السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ സദസ്സ് അല്ലാഹു അവന്റെ കലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും അതുവഴി റബ്ബിന്റെ പൊരുത്തം നേടാനുമുള്ള ഒരവസരമായി നമുക്ക് കബൂലാക്കി തരട്ടെ. ഏതൊരു സംഗതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കബൂലിയത്ത് തന്നെയാണ്. ഏറ്റവും പുണ്യമായ വിശുദ്ധ കഅബ ഷരീഫ് ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബിയും പണിതു കഴിഞ്ഞപ്പോ അവര് ചെയ്തതും കബൂലിന് വേണ്ടിയുള്ള ദുആയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കഅബ പണിതത്. കഅബ പണിയുക എന്നത് കുറെ പിരിവ് നടത്തി ഒന്നും നടത്തിയൊരു ഏർപ്പാടല്ല. ഒരു ശുഭത്തിന്റെ മുതലും ശുഭത്തിന്റെ അധ്വാനവും അതിൽ കലരാൻ ഒരു സാധ്യതയുമില്ല. സ്വീകരിക്കപ്പെടാതിരിക്കേണ്ട ഒരു സാഹചര്യവുമില്ലെന്നർത്ഥം. എന്നിട്ടും വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒന്നാമതായി അവർ ചെയ്തത് ഖബൂലിയത്തിന് വേണ്ടിയുള്ള ദുആയാണ്. പിന്നെ അവർ പറഞ്ഞത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും എൻ്റെ മകൻ ഇസ്മായിലിനെയും അലൈഹിമസ്സലാം, നിനക്ക് അനുസരിക്കുന്നവരാക്കണം. അതുപോലെ വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങൾ മാത്രം പോരാ, ഞങ്ങളുടെ സന്തതികളിൽ നിന്നെ അനുസരിക്കുന്ന ഒരു ഉമ്മത്തുണ്ടായി തീരണം. പിന്മുറ വേണം. ആ പിന്മുറയോ കാലങ്ങളെ തലമുറകളെ അതിജയിക്കുന്ന റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ മാർഗം വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ വവസ്സാ ബിഹാ ബനീഹി വയഅഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏതൊരു പിന്തുടർച്ചയിലാണ് നമ്മളുള്ളത്? മില്ലത്ത് അബീക്കും ഇബ്രാഹിം. അന്നത്തെ ആ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന, കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ പുറകെ വരുന്ന ഉമ്മത്തും മുസ്ലിമത്തിൽ ഉണ്ടായി വരണം എന്ന പ്രാർത്ഥന. അതിന്റെയൊക്കെ കബൂലിയത്താണ് ആ ഖുർആനും ഹദീസും ചർച്ച ചെയ്യുന്ന ഒരു ഉമ്മത്ത്. അതിന്റെ ഒരു കൊച്ചു പതിപ്പ് ഈ ജാമിയ നൂരിയയുടെ മനോഹരമായ അങ്കണത്തിൽ വിവിധ ജൂനിയർ കോളേജുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളുടെ, അൽഹംദുലില്ലാ, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. കാരണം എല്ലാവർക്കും ലഭിക്കുന്നതല്ല ഖുർആൻ പഠിക്കാനുള്ള അവസരം. ആർക്കാണ് അല്ലാഹു തആല അതിന് അവസരം നൽകുക? ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. മൂന്ന് വിഭാഗമായി അല്ലാഹു
ഖുർആൻ നൽകപ്പെടുന്നവരെ പറയുന്നു ളാലിമുൽ നഫ്സിയെ കൂട്ടത്തിലുണ്ടാവും, സാബിഖും ബിൽ ഖൈറാത്ത് ഉണ്ടാവും, അത് രണ്ടിന്റെ ഇടയിൽ മുഖ്തസിദ് ഉണ്ടാവും. പക്ഷെ മൂന്ന് പേരെയും മൊത്തത്തിൽ അല്ലാഹ് പറഞ്ഞത് സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഇസ്തിഫാ ചെയ്ത ആളുകൾക്കാണ് ഈ കിതാബ് അനന്തരമായി നൽകുക. അള്ളാന്റെ മുസ്തഫൈനയായ ആളുകളാണ് നമ്മൾ. ചെറിയ പദമല്ല അത്. അമ്പിയാക്കളെ പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോൾ വഇന്നഹും ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ എന്നാ പറഞ്ഞത്. അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ആളുകള് അവരാണ് മുസ്തഫ. അങ്ങനെയുള്ള ഇസ്തിഫാഇന്റെ ഒരു ദറജയാണ് ഖുർആൻ കിട്ടുക എന്നത്. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. അപ്പൊ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരിക, അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അത് പ്രചരിപ്പിക്കുക. ഉദ്ഘാടനം ഓൺലൈൻ ചെയ്തുകൊണ്ട് ബഹുമാന്യരായ ബഹാഉദ്ദീൻ ഉസ്താദ് നദ്വി അവർകൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണല്ലോ. കാലം എത്ര കഴിഞ്ഞാലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഗ്രന്ഥം, അപ്രസക്തമാവാത്ത, പ്രസക്തി നഷ്ടപ്പെടുന്നില്ല കാലം എത്ര കഴിയുമ്പോഴും. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ അപ്രസക്തമായി പോയപ്പോ 1500ഓളം വർഷങ്ങൾക്ക് ഇപ്പുറവും ഒട്ടുമേ പ്രസക്തി കുറയാതെ ചോരാതെ നിലനിൽക്കാൻ കഴിയുന്നു എന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് കൗതുകത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ആമുഖം ആവശ്യമാണെന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്താണ് ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാൻ കാരണം? ഒരു അസറിൽ അത് മർഫൂഅൻ ഹദീസാണെന്നും അല്ല അലി റളിയല്ലാഹു അൻഹു മൗഖൂഫാണെന്നും ഒക്കെ അഭിപ്രായമുള്ള ഒരു അസറില് അല്ലെങ്കിൽ ഹദീസില് വരുന്നുണ്ടല്ലോ ഖുർആനെ പറ്റി വിശദമായി പറയുന്നതിൽ ലാ തൻഖദി അജായിബുഹു, ഖുർആന്റെ അത്ഭുതങ്ങൾ അവസാനിച്ചു പോകൂല. അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ഒരു ഗ്രന്ഥം എന്നത് വെറുതെ പറഞ്ഞു പോകുന്ന കേവല പ്രശംസാവാചകങ്ങളൊന്നുമല്ല ഇത്. ഇതിലെ ഓരോ അർത്ഥവും അർത്ഥവത്താണ്. എത്ര തവണ ഊതിയാലും മടുപ്പ് വരില്ല എന്നും അതിൽ പറയുന്നുണ്ട്. അതിന്റെ അനുഭവ സാക്ഷികളല്ലേ നമ്മൾ. എത്ര തവണയാ നമ്മൾ ഫാത്തിഹ ഓതുന്നത്? ഒരിക്കൽ പോലും. ഒരുപാട് തവണ ഓതിയല്ലേ, ഇനി വേണ്ട. എത്ര മനോഹരമായ പാട്ടാണെങ്കിലും ഒരുപാട് തവണ പാടിയാൽ മടുപ്പ് വരുമല്ലോ. പക്ഷേ വിശുദ്ധ ഖുർആൻ എത്ര തവണ പാരായണം ചെയ്താലും മടുപ്പ് വരാത്തൊരു ഗ്രന്ഥം. അതുപോലെ വലാ തൻഖദി അജായിബുഹു, അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ഗ്രന്ഥം. എന്താണ് ഈ അത്ഭുതങ്ങൾ അവസാനിക്കാതിരിക്കല്? ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട് ഒരു ഗ്രന്ഥത്തിനോ ഒരു തത്വജ്ഞാനിയുടെ വാക്കിനോ. വലിയ അർത്ഥതലങ്ങളുണ്ടെന്ന് വെക്കുക. പക്ഷെ അതൊക്കെ വിവരിക്കപ്പെട്ടു കഴിഞ്ഞ് ആവർത്തിച്ച് അതേപറ്റി പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും അന്തിച്ചർച്ചകളും ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും അത് തന്നെ പറഞ്ഞാൽ അത്ഭുതം ഉണ്ടാവില്ലല്ലോ. അത്ഭുതമൊക്കെ ആദ്യ സമയത്തല്ലേ ഉണ്ടാവുള്ളൂ. ഇതാ ഉരിഫ സബബു ബത്തലൽ അജബു എന്നാണ്. കാരണം വെളിവായ പിന്നെ അത്ഭുതം ഉണ്ടാവില്ല. അപ്പൊ ഖുർആനിൽ വലിയ അർത്ഥമുണ്ടെന്ന് തന്നെ വന്നാലും ആ അർത്ഥങ്ങളൊക്കെ വിവരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്നോ രണ്ടോ പത്തോ തവണ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ തവണ കേൾക്കുമ്പോ ഇതിനെന്താ അത്ഭുതം ഉണ്ടാവുക? അവിടെയാണ് ഖുർആനിന്റെ സവിശേഷമായ ഒരു എലാസ്തികത. ഓരോ തവണയും പുതിയ അർത്ഥങ്ങൾ നൽകാൻ കഴിയുന്ന പ്രത്യേകമായ ഒരു ഘടന ഖുർആനുണ്ട്. നിങ്ങൾ ഓരോ തവണ ഖുർആൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഖുർആന് പുതിയ അർത്ഥങ്ങൾ തരാൻ സാധിക്കും. എവിടെയാണ് അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ഒരു ഗ്രന്ഥമാവണമെങ്കിൽ അങ്ങനെ വേണ്ടേ? ഓരോ തവണയും പുതിയ അർത്ഥം തരാൻ കഴിയുന്ന, ഓരോ സമൂഹത്തിനും അവരുടെ കാലഘട്ടത്തെ അറിവുകളോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന, എന്നാൽ പഴയ അർത്ഥങ്ങള് ഒരിക്കൽ പോലും തെറ്റായി പോകാതെ പുതിയ അർത്ഥങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഗ്രന്ഥം. ഇവിടെയാണ് നമ്മൾ ഓരോ ചർച്ചയിലും ഈ ഒരു ആശയത്തെ മുന്നിൽ കാണണം. നേരത്തെ പറഞ്ഞു വെച്ചത് മാത്രമേ പറയാൻ പാടുള്ളൂ. എഴുതി വെക്കപ്പെട്ട അർത്ഥങ്ങൾ മാത്രമേ ഖുർആനിൽ
നമുക്ക് പറയാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ അത്ഭുതങ്ങൾ എങ്ങനെയാണ് അവസാനിക്കാതെ നിലനിർത്തി പോകാനാവുക ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്? ഈ ഗ്രന്ഥം അതിനെപ്പറ്റി സ്വയം സംസാരിക്കുന്നുണ്ടല്ലോ. വനസ്സൽനാ അലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. സൂറത്തുൻ നഹ്ൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, നബിയെ തങ്ങളിലേക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചത് ഓരോരുത്തർക്കും ഈ ഗ്രന്ഥം ഞങ്ങൾക്ക് തന്നൂടെ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. വഖാലൂ ലൻ നുഅ്മിന ലിറുഖിയ്യിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു. ആകാശത്തേക്ക് കയറി പോകുന്നത് ഞങ്ങൾ കാണണം, ഓടുന്ന പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നത് കാണണം, എന്നിട്ട് പുസ്തകത്തിന്റെ പ്രതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം. ഇതൊക്കെയായിരുന്നു ശത്രുക്കളുടെ ആവശ്യം. വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു ജുംലതൻ വാഹിദ. ഇതെന്താ ഇങ്ങനെ ഖണ്ഡശ ഒരു സൂറത്ത് പൂർത്തിയാണ്, അതിന് മുമ്പ് പുതിയ വേറൊരു സൂറത്ത് തുടങ്ങുന്നു. ഒരായത്ത് ചിലപ്പോൾ ആയത്ത് മുഴുവൻ പോലും ആകുന്നില്ല, അതിന്റെ ബാക്കി വേറെ സമയത്ത്. ഇങ്ങനെ അപ്പോഴും ഇപ്പോഴുമായിട്ട് എന്താ ഇത്? സാധാരണ ഒരു പുസ്തകം എന്നത് ഒന്നിച്ചല്ലേ പ്രസിദ്ധീകരിക്കുക? ലൗലാ നുസ്സില ഹാദൽ ഖുർആനു ജുംലതൻ വാഹിദ. അവർ ചോദിച്ചു, എന്തുകൊണ്ട്? മുശ്രിക്കീങ്ങളുടെ തടസ്സവാദങ്ങളിൽപ്പെട്ടതായിരുന്നല്ലോ ഇതൊക്കെ, എന്താ ഒറ്റയടിക്ക് ഇറക്കിക്കൂടെ? കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീലാ. ഇതിനൊക്കെ അല്ലാഹുവിന് ചില പദ്ധതികളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ ഓരോരുത്തർക്കും കോപ്പികൾ കൊടുക്കാനുള്ളതല്ല. ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീലാ. ഞാൻ ഓരോന്നും അർത്ഥം വെക്കേണ്ട കാര്യമില്ല, കാരണം മുതഅല്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സമയലാഭത്തിന് വേണ്ടി വിശദീകരണങ്ങൾ കുറയ്ക്കുകയാണ്, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ ഈ ഗ്രന്ഥം എന്നത് കേവലം ഒരു പുസ്തകം പോലെ വായിച്ചു പോകാനുള്ളതല്ല. ഒന്നാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ വായിച്ച് അതിന്റെ ആശയതലങ്ങള് ഒറ്റത്തവണ മനസ്സിലാക്കി പൂട്ടിവെക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല ഇത്. ഇന്നിപ്പോ പുസ്തകങ്ങൾ വായിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും. എന്തിനും ഏതിനും ഒരധ്വാനവും ഇല്ല. ഇപ്പൊ ഗൂഗിളിന്റെ ഒക്കെ നോട്ട്ബുക്ക് LM-ലേക്ക് ഒരു പുസ്തകം കൊടുത്താൽ ഏതൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചതാവണമെന്നില്ല, നിങ്ങളിപ്പോ എഴുതി ഉണ്ടാക്കുന്ന ഒരു പുസ്തകം കൊടുത്താലും മതി. നെറ്റിന്നെടുക്കല്ല, നിങ്ങൾ കൊടുക്കുന്നത് എടുക്കുന്നത്. സോഴ്സും റിസോഴ്സും ഒക്കെ നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് വേറെ എവിടുന്ന് എടുത്ത് തരുന്ന വിവരങ്ങളല്ല. ആ പുസ്തകം മൈൻഡ് മാപ്പ് ചെയ്യണമെങ്കിൽ മൈൻഡ് മാപ്പ് ചെയ്തു തരും, ഓഡിയോ ആക്കി തരണമെങ്കിൽ ഓഡിയോ ആക്കി തരും, വീഡിയോ ആക്കി തരണമെങ്കിൽ നിങ്ങൾ എഴുതിയ പുസ്തകം വീഡിയോ ആക്കി തരും. പഠിക്കാൻ ഇതിലപ്പുറം സൗകര്യമുള്ള ഇനി ഏതു കാലമാണ് നമുക്ക് സ്വപ്നം കാണാനാവുക? ഉണ്ടാവില്ലെന്നല്ല, ഇന്നോളം ഉള്ളതിൽ ഇതിലേറെ സൗകര്യമുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പ്രബന്ധ മത്സരത്തില് ഞാൻ വെറുതെ അതിനൊന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ എന്റെ വകയൊരു മാർക്ക് ചെയ്തു. എന്നിട്ട് ChatGPT-ക്ക് ഒരു പണിയില്ല, എനിക്ക് PDF ആണ് അയച്ചു തന്നത്. ആ PDF അപ്ലോഡ് ചെയ്തു. മലയാളത്തിൽ തന്നെയാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തത്. ഈ PDF ഫയലുകളൊന്ന് മൂല്യനിർണയം ചെയ്ത് 10-ൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു തരാമോ? ഞാനത് എൻ്റർ ചെയ്ത് 1 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോഴത്തേക്ക് വെറുതെ മാർക്കിടല്ല, ഓരോന്നിനും മാർക്കിട്ടിട്ട് അതിന്റെ കാരണം എന്താണ്, ഇത്ര മാർക്ക് കൊടുക്കാനുള്ള കാരണം, അതിൽ പറഞ്ഞ പ്രതിപാദ്യ വിഷയങ്ങൾ, അതിലെ പോരായ്മകൾ. ഇത്രയും അധ്യാപനവും പഠനവും ഒക്കെ എളുപ്പമായ ഒരു കാലം. ഞാൻ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ചിലരൊക്കെ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കും. നോട്ട്ബുക്ക് എല്ലാം ലാംഗ്വേജ് മോഡലാണ്, എല്ലാം നോട്ട്ബുക്ക് എന്നാണ്. ChatGPT-യിൽ ചെയ്യാം. ഇത് ഞാൻ ChatGPT-യിൽ നോക്കി, എന്റെ രസം അതാണ്. പിന്നെ ജെമിനിയിൽ നോക്കി, ഗോർക്കിൽ നോക്കി, പെർപ്ലക്സിറ്റിയിൽ നോക്കി, നോട്ട്ബുക്ക് എല്ലാമിലും നോക്കി. പെർപ്ലക്സിറ്റി 3 ഫയലേ ഒരു സമയത്ത് സ്വീകരിക്കുള്ളൂ, ഫ്രീ വേർഷനില്.
ജെമിനിയും ChatGPT-യും ഏകദേശം ഒരുമാതിരി തന്നെയാണ്. നമ്പറുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം, താരതമ്യത്തിൽ ഒരുപോലെ തന്നെയാണ്. ഗോർക്കിന് മലയാളം അത്ര പോവില്ല, അതുകൊണ്ട് ഗോർക്കയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നോട്ട്ബുക്ക് എല്ലാം വളരെ കൃത്യമായി ചെയ്തു തന്നു. കൗതുകം എന്താന്ന് വെച്ചാൽ, ഞാനൊരു മാർക്ക് മനസ്സിൽ കണ്ടത് തന്നെയാണ്, അതിനോട് സമാനമായ മാർക്കുകളാണ്. ചിലപ്പോൾ ഞാൻ 6 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ അവർ ചിലപ്പോൾ 7 മുതലായിരിക്കും തുടങ്ങിയത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ എന്നതല്ലാതെ സമാനതകൾ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ റിലിയബിൾ ആണ്, ഏറെക്കുറെ നമുക്ക് അവലംബിക്കാവുന്നതാണ് ഏതു വിഷയത്തിലും എന്നതാണ് പുതിയ കാലത്തെ ഇത്തരം സംവിധാനങ്ങൾ. സത്യത്തിൽ ഈ പ്രബന്ധത്തിൽ പലരും ചർച്ച ചെയ്യുന്നത് ഈ പുതിയ കാലത്തെ ഡിജിറ്റൽ ലോകത്തെ പ്രതിസന്ധികളാണ്. പക്ഷെ ആ പ്രതിസന്ധികൾ പറഞ്ഞു തരാനും നമുക്ക് അതിനെ തന്നെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാലം. എന്നാ പിന്നെ നമ്മൾ കൈകെട്ടിയിരുന്ന് ഖുർആന് നോട്ട്ബുക്ക് എല്ലമിലേക്ക് കൊടുക്കുക, എന്നിട്ട് മൈൻഡ് മാപ്പ് ചെയ്ത് തരാനോ ഹിഫ്ളാക്കി തരാനോ ആശയങ്ങൾ അപഗ്രഥിച്ചു തരാനോ പറഞ്ഞാൽ അവിടെ ഇത് നടക്കില്ലെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് അറിവ് തരും. ഖുർആനൊക്കെ പറ്റി ചോദിച്ചാൽ വളരെ അറിവുകൾ, ചിലപ്പോൾ നമ്മൾക്ക് അത്ഭുതപ്പെടുന്ന അറിവുകൾ ഇന്ന് AI തരുന്നുണ്ട്. പക്ഷെ അനുഭവങ്ങളൊന്ന് വേറെയാണ്. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്, നമുക്കുണ്ടാവേണ്ട ഒരു അനുഭൂതിയുണ്ട്. അതൊരു AI-ക്ക് തരാൻ പറ്റുന്നതല്ല. അത് അള്ളാഹുവിന്റെ കലാമുമായി നമ്മളിങ്ങനെ ഇടപഴകുമ്പോൾ അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക് ഇട്ടുതരുന്ന ഒരു അനുഭൂതിയാണ്. കാരണം ഇത് കയ്യിൽ കൊടുത്ത പുസ്തകമല്ല, നസ്സലഹു അലാ ഖൽബിക്, നബിയെ തങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഹൃദയത്തോട് സംസാരിക്കേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം ഓതുമ്പോൾ പുതിയ പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാവും. എന്നിട്ട് എത്ര തവണ ഓതിയിട്ട് എന്താ നമുക്ക് പുതിയ അർത്ഥമൊന്നും കിട്ടാത്തത്? പണ്ട് പഠിച്ച അർത്ഥം തന്നെ മറക്കല്ലാതെ പുതിയതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നതാണ് നമ്മുടെ പരാതിയും പരിഭവവുമെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. ഞാൻ പറഞ്ഞല്ലോ, സ്വീകരിക്കാനുള്ള പാത്രമില്ലെങ്കിൽ തരാനുള്ളവന്റെ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. വാങ്ങാനുള്ള പാത്രമില്ലെങ്കിൽ നമുക്കത് വാങ്ങിപ്പോരാൻ പറ്റില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിതമായ ഒരു മനസ്സുമായി അവന്റെ കലാമിനെ സമീപിക്കാൻ കഴിയണം. അവിടെയാണ് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാവുക. സിമ്പിളായ ഒരു ഉദാഹരണം, അർത്ഥതലങ്ങൾ വിപുലീകരിച്ചു കൊണ്ടിരിക്കുമെന്നതിന് ഞാനൊരു ഉദാഹരണം പറയാം. ബാക്കിയുള്ളതൊക്കെ പോട്ടെ, സ്പേസിൽ തന്നെ വികസിക്കുന്നത്. എത്ര തവണയാ ഓരോ ദിവസവും നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്നത്? നമുക്കതിനെന്നും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയുമെന്ന അർത്ഥമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറയാൻ വേണ്ടി ഓതിയതും വിശദീകരിക്കാൻ വേണ്ടി രണ്ടാമത് ഇതേ വേദിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്നതും തമ്മിൽ തന്നെ റബ്ബുൽ ആലമീൻ ഒരുപാട് ആലമുകൾ പുതിയതായി വരുന്നില്ലേ? ഞാൻ നേരത്തെ ഓതിയ ആലമല്ലല്ലോ ഇപ്പോഴോതുമ്പോൾ ആലമ്. അതിദ്രുതം, പണ്ടത്തെ ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം പോലെ ബഹുദൂരം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ പ്രപഞ്ചം. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവേഗം വികസിതമാകുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ റബ്ബിനെയാണ് ഇപ്പോൾ ഞാൻ സ്തുതിച്ചത്. ഇനി സ്തുതിക്കുമ്പോ ആ റബ്ബിന്റെ മുൽക്ക് പിന്നെയും വർദ്ധിക്കുകയാണ്. എത്രയൊക്കെ ആലമുണ്ടാകുന്നുവോ അവിടെയൊക്കെ ഒരു റബ്ബേ ഉള്ളൂ. ആ ആലമിലൊക്കെയും അവന്റെ ഖൽഖും അംറും നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ റബ്ബ് അവനാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മുതവിയാതുൻ ബിയമീനി. സുബ്ഹാനഹു എന്ന് നമ്മൾ പറയുമ്പോ വെറുതെ പറഞ്ഞു പോവല്ല. ഈ സർവ്വലോകങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു റബ്ബിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് സുബ്ഹാന പറയണം.
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك. മനുഷ്യന്റെ തസ്ബീഹ് ചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ്. മലക്കുകളുടെ തസ്ബീഹ് ആദ്യം തന്നെ വരുന്നു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. കാരണം അവരുടെ തസ്ബീഹ് ഇൻബിൽറ്റ് ആണ്, അതവരുടെ ശൈലിയാണ്, അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ശ്വസിക്കുന്നത് പോലെ യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. നമ്മൾ ആലോചിച്ചിട്ടല്ല ശ്വസിക്കുന്നത്, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവരോട് എന്ത് പറയുമ്പോഴും അവർക്കതാണ്, ക്ഷീണിക്കാതെ നിരന്തരമുള്ള തസ്ബീഹാണ്. അതാണ് അവർ പറഞ്ഞത്, പടച്ചവനെ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നിനക്ക് തസ്ബീഹും തഖ്ദീസുമാണ് വേണ്ടതെങ്കിൽ അതിലൊരു കുറവും ഞങ്ങൾ വരുത്തുന്നില്ലല്ലോ, ഞങ്ങളില്ലേ. ആ ഇൻബിൽറ്റായ തസ്ബീഹിൽ അപ്പുറം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആദ്യം തന്നെ പറഞ്ഞു അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഒരു മനുഷ്യന്റെ എല്ലാ അവസ്ഥയും വന്നില്ലേ, ഖിയാമ്, ഖുഊദ്, അലാ ജുനൂബ്. ദിക്റുണ്ട്, പക്ഷെ ആ ദിക്റിനപ്പുറം വയതഫക്കറൂന, ചുണ്ടിലെ ദിക്റിനപ്പുറം മനസ്സിലെ ബോധതലങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു തസ്ബീഹുണ്ട്. അതാണ് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക. പടച്ചവനെ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല എന്ന് പറയണമെങ്കിൽ ഈ ഇതൊന്നിനെ നമ്മൾ കാണണ്ടേ. എന്തൊന്ന് വെറുതെ പടച്ചതല്ല എന്നാ ഇപ്പൊ ഈ പറഞ്ഞത്. ഈ ഹാദന്റെ മുഷാർ എങ്ങോട്ടാ? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. നമുക്ക് വെറുതെ ഇവിടെ ഈ ഗ്ലാസ് കാണുമ്പോ അങ്ങനെ പറയാൻ തോന്നുന്നു. നമ്മൾ കാണുന്നതിന്റെ വലിപ്പവും വൈപുല്യവുമാണ് നമ്മളെ ഇങ്ങനെ പറയിപ്പിക്കുക. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക. ആ ഒരു തസ്ബീഹ്, ആ ഒരു തസ്ബീഹ് ഓരോ നിമിഷവും വർദ്ധിത വീര്യത്തോടെ വരണം. അതിന് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലൂടെ ഊളിയിട്ട് പോകണം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഹസ്റായി അല്ലാഹു പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അൻസല മിനസ് സമാഇ മാ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി മഴ വർഷിപ്പിക്കുന്നതിന്റെ അത്ഭുതവും കൗതുകവും. അതുപോലെ വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹു വഗറാബീബു സൂദ് വമിനൻ നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ജീവജാലങ്ങളിലുള്ള, മനുഷ്യരാശികളിലുള്ള വർണ്ണവൈജാത്യങ്ങളെ പറഞ്ഞാണ് അല്ലാഹു തആല പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലെങ്കിലും ഉലമാ എന്ന് പറഞ്ഞതും ആലിമൂൻ എന്ന് പറഞ്ഞതും പലപ്പോഴും ഖുർആനിൽ ഇങ്ങനെയുള്ള കുറെ വിവരം കൂടിയുള്ളവരെ തന്നെയാണ്. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അതെവിടെയാണ്? കമസലിൽ അൻകബൂതി ഇത്തഖദത് ബൈത. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഒന്നും നോക്കാതെ കണ്ണടച്ചു പോകണമെന്നല്ല അല്ലാഹു നമ്മളോട് പറഞ്ഞത്. യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ പറ്റി അന്വേഷിക്കണം. അതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, അതിൽ നിന്ന് വരുന്ന സുബ്ഹാനക. അപ്പോഴാണ് മലക്കുകളുടെ തസ്ബീഹിനേക്കാൾ നമ്മുടെ തസ്ബീഹിനെ അല്ലാഹു പരിഗണിച്ചതാവുക. അതിനുവേണ്ടിയാ നമ്മളെ പടച്ചത്. കേവല ദിക്റിന് വേണ്ടിയാണെങ്കിൽ, ഫിക്റില്ലാത്ത ദിക്റിനായിരുന്നെങ്കിൽ മലക്കുകളെ തോൽപ്പിക്കാൻ നമുക്കാവില്ല. കാരണം യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. അവർക്ക് ക്ഷീണമില്ല. അവര് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ ഒരു ദിക്റിലപ്പുറം ഫിക്ർ ഉണ്ടാവണം. ആ ഫിക്റിന്റെ ഭാഗമാണ് പ്രപഞ്ചം, മനുഷ്യൻ. ഇനി എന്താ ഇത് രണ്ടിലും അപ്പുറമുള്ളത്? മനുഷ്യൻ, ഞാൻ ഒരു മനുഷ്യനാണ്, നിങ്ങൾ ഒരു മനുഷ്യനാണ്. നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങുന്നു. എന്നിട്ടോ നാം നമ്മുടെ ചുറ്റിലേക്കും നോക്കുന്നു. ഞാൻ എന്നിൽ നിന്ന് തുടങ്ങി എന്റെ ചുറ്റിലേക്ക് നോക്കുന്നു. ചുറ്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നതിനാണ് ആഫാഖ് എന്ന് പറയുക. ചക്രവാളങ്ങൾ, എനിക്ക് കാണാവുന്ന പരിധികള്. അതെന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടാവും. കണ്ണിന് കാഴ്ച കുറയുമ്പോൾ നമ്മൾ കണ്ണട വെക്കും. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണമെന്ന് പറയും. അങ്ങനെ നമ്മൾ കണ്ണട ശേഖരിക്കും.
ആ കണ്ണുകൊണ്ടും കാണാത്തതിനെ പിന്നെ ദൂരദർശിനികളിലേക്ക് പോകും, അല്ലെങ്കിൽ സൂക്ഷ്മദർശിനികൾ ആവശ്യമുള്ളിടത്ത് അതിലേക്ക് പോകും. എങ്ങനെയാണെങ്കിലും ബൈനോക്കുലറുകളിലൂടെയാണെങ്കിലും ദൂരദർശിനികളിലൂടെയാണെങ്കിലും ടെലിസ്കോപ്പുകളിലൂടെയാണെങ്കിലും, അത് തന്നെ ഭൂമിയിൽ ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചാൽ ചിലപ്പോൾ അന്തരീക്ഷത്തിലൂടെ പ്രകാശകണങ്ങൾ വരുമ്പോൾ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനുള്ളത് കാര്യമായും പ്രകാശകണങ്ങളെയാണ്. അവയ്ക്ക് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കാനാവൂ. ആ പ്രകാശകണങ്ങൾ ഇവിടുത്തെ അന്തരീക്ഷത്തിലെ കണികകളുമായി സംശ്ലേഷിക്കുമ്പോഴുണ്ടാകുന്ന വ്യതിചലനങ്ങളെ ഒഴിവാക്കാൻ അന്തരീക്ഷത്തിലെ ടെലിസ്കോപ്പുകൾ കൊണ്ടുപോയി വെക്കും. അതാണ് ഹബിളിന്റെ ടെലിസ്കോപ്പും ഏറ്റവും ഒടുവിൽ ഇപ്പോ ജെയിംസ് വെബ് JWST ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, ഇങ്ങനെയുള്ള അതിസങ്കീർണമായ ടെലിസ്കോപ്പുകളിലൂടെ നോക്കിയാലും കാണുന്നത് എത്രയാണോ അതൊക്കെയും ചക്രവാളമാണ്. അനന്തമജ്ഞാതമവർണ്ണനീയമീ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ഇതിലെങ്ങാണ്ടൊരിടത്തിന് നോക്കുകയാണ്. കണ്ണുനീർത്തുള്ളിയിൽ നാലപ്പാട്ട് നാരായണ മേനോൻ പറഞ്ഞ പ്രശസ്തമായ വരികളാണത്. എല്ലാവരും ചൊല്ലാറുണ്ട്, പക്ഷെ ആരാണ് എവിടെയാ പറഞ്ഞതെന്ന് ഓർക്കാറില്ല. ഇത് പ്രപഞ്ചത്തെ പറ്റി പറയാനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോഴുള്ള ദുഃഖത്തിൽ എഴുതിയ കവിതയാണ്. അതിൽ കുറെ ഉപമകളാണ്. അപ്പോ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഏത് മുക്കുമൂലകളിലേക്ക് നോക്കിയാലും എവിടുന്നാ നമ്മൾ നോക്കുന്നത്? എവിടുന്നാണെന്ന് പറയണമെങ്കിൽ മൊത്തം പ്രപഞ്ചം എത്രയാണെന്ന് അറിയണം. അവിടെ വെച്ചല്ലേ, ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ നിന്നല്ലേ ഒരു അളവ് കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ എവിടെ പോയാലും അതിങ്ങനെ എങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യനെ ആവുള്ളൂ. പ്രപഞ്ചത്തിന്റെ സെന്റർ എവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് സൗരയൂഥത്തിന്റെ ഏത് ഭാഗത്താണ് ഭൂമിയുള്ളതെന്ന് പറയാം. സൗരയൂഥം പാൽപാത ഗാലക്സിയിൽ എവിടെയാണെന്ന് നിർണ്ണയിക്കാം. പക്ഷെ നമ്മളുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ എവിടെയാണെന്ന് പറയാൻ നമുക്കാവില്ല. അങ്ങനെ ഞാൻ എന്ന മനുഷ്യൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് എവിടെയാന്നൊക്കെ പറയുമ്പോ ഇതേ ആശങ്കകൾ വരും. പക്ഷെ ഈ സ്റ്റേജിലാണെന്ന് പറയാലോ. ഞാൻ എന്നെ നോക്കുന്നു, എന്റെ ചുറ്റിലേക്ക് നോക്കുന്നു, അത് ചക്രവാളമാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ എങ്ങനെ നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരും. സനുരീഹിം, അവർക്ക് നാം നിരന്തരം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. മുദാരിഅ ഫീലാണ്, അതിൽ തന്നെ സീന് ചേർത്തിട്ടാണ് സനുരീഹിം. ആ പ്രക്രിയ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന, ഭാവിയിൽ തുടരുന്ന സംഗതിയാ, അവസാനിക്കുന്നില്ല. ലാ തൻഖദി അജായിബുഹു. 6-ാം നൂറ്റാണ്ടിൽ വിശദീകരണങ്ങൾ പൂർത്തിയാക്കിയ ഒരു ഗ്രന്ഥമല്ല നമ്മുടെ കയ്യിലുള്ളത്. സനുരീഹിം ആയാതിന, നമ്മുടെ ആയത്തുകൾ അവർക്ക് നാം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ, ചുറ്റുലോകങ്ങളിൽ എങ്ങനെയൊക്കെ നോക്കിയാലും, ഞാൻ പറഞ്ഞതുപോലെ നഗ്ന നേത്രങ്ങളാവട്ടെ, ഉപകരണങ്ങളാവട്ടെ, എന്തുകൊണ്ട് നമുക്ക് കാണാവുന്ന നമ്മുടെ അറിവിന്റെ എല്ലാ മേഖലകളും, അത് കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ, നമ്മൾ പ്രകാശത്തിന്റെ കിരണങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അത് എത്ര ദൂരത്തു നിന്നാണ് കടന്നു വരുന്നത്, ഇത്രയും ദൂരം കടന്നു വരുമ്പോൾ അതിന്റെ തരംഗാവൃത്തിയിൽ വന്ന വ്യത്യാസം എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റമുണ്ടായത്, ആ മാറ്റത്തിന് കാരണം എന്താണ്, ഇതൊക്കെ പഠിക്കുന്നതൊക്കെയും ആയാത്തുൽ ആഫാഖാണ്, ചക്രവാളങ്ങളിലുള്ള അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ അപ്പോഴും കാണാത്ത ഒരു സംഗതിയുണ്ട്. നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി, ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് നോക്കുമ്പോ ആഫാഖ്, എന്നാ വഫീ അൻഫുസിഹിം, ഉള്ളിലേക്ക്, സ്വന്തത്തിലേക്ക് നോക്കാൻ കഴിയണം. ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ അതിനേക്കാൾ വലിയൊരു അത്ഭുത ലോകമാണ്. വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാലത്തും ഖുർആൻ വിവരിക്കുമ്പോൾ അതതു കാലത്തെ വ്യാഖ്യാനങ്ങൾക്ക് അത് കൂടുതൽ യോജിച്ചു വരും. ഇന്നത്തെ കാലത്ത് നമുക്ക് മൈക്രോ വേൾഡ് എന്നും മാക്രോ വേൾഡ് എന്നൊക്കെ പറയാൻ പറ്റും. സൂക്ഷ്മ ലോകങ്ങളും സ്ഥൂല ലോകങ്ങളും, ആഫാഖും അൻഫുസും. എന്നാൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നല്ല.
അങ്ങനെയും ഒരർത്ഥം അതിനുണ്ടാവാം. നേരത്തെയും ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറയാനും ഉണ്ടാവും. അതാണ് ഖുർആൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കാലത്തും പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ ചിന്താതലങ്ങളെയും നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന മഹാവാതായനങ്ങൾ. പക്ഷേ ഇതിനർത്ഥം ഓരോരുത്തർക്കും ഖുർആന് തോന്നിയ മാതിരി അർത്ഥം വെക്കാന്നാണോ? ഇതിനൊക്കെ കുറെ ലവാബിത്തുകളുണ്ട്, അത് പറയേണ്ട സ്ഥലമല്ലല്ലോ ഇത്. ഇതിലേക്ക് പോയാൽ പിന്നെ വിഷയം അങ്ങനെ അങ്ങോട്ട് പോകും. ഖുർആൻ തഫ്സീർ ചെയ്യാനുള്ള ലവാബിത്ത് അത് വേറെ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ അഹ്കാമിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഒരു ദീനായി, ഒരു മില്ലത്തായി, നമ്മൾ പിന്തുടരേണ്ട ശരീഅത്തിന്റെ നിയമങ്ങളായി എന്തൊക്കെ അവതരിപ്പിക്കപ്പെട്ടുവോ അത് പൂർണ്ണമാണ്, അതിന്റെ വ്യാഖ്യാനങ്ങളും പൂർണ്ണമാണ്. എന്നല്ലാതെ ഇസ്ലാമിക ശരീഅത്തിൽ ഇനി ഓരോ വർഷവും ഓരോ കാലവും പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നല്ല പറഞ്ഞതിനർത്ഥം. അവിടെയാണ് സൂറത്തുൻ നഹ്ൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്. നബി തങ്ങൾക്ക് എന്തിനാ ഖുർആൻ അവതരിപ്പിച്ചത്? ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കാതെ ഇതിനൊക്കെ ഒരു പദ്ധതിയുണ്ട്. വനസ്സൽനാ അലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം, നബി തങ്ങൾ വിശദീകരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം എവിടുന്ന? അത് അല്ലാഹു തആല പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഒക്കെ അല്ലാഹുവിന്റെ ഗ്രന്ഥം, അല്ലാഹുവിന്റെ കലാം അല്ലാഹു തന്നെ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അത് നബി തങ്ങളെ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അല്ലമഹു ശദീദുൽ ഖുവ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല എന്നതാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്ന് പറഞ്ഞ അവിടെ സൂറത്ത് ആയത്ത് അവസാനിക്കുന്നില്ല. അത്ഫായിട്ട് അല്ലാഹു പറയാണ് വലഅല്ലഹും യതഫക്കറൂൻ. അവര് ചിന്തിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ഗ്രന്ഥം. അർത്ഥതലങ്ങളിൽ ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അഹ്കാമിന്റെ കാര്യങ്ങൾ അതിനർഹരായ ആളുകൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. പ്രാകൃതിക പ്രതിഭാസങ്ങള്, തത്വജ്ഞാനങ്ങള്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും മാറ്റം വരുമ്പോ അതൊരു കാലത്ത് വിശദീകരിച്ചാൽ മനസ്സിലാവില്ല. കല്ലിമിന്നാസ അലാ ഖദ്രി വഖൂലിഹിം എന്നാണ്. ഇന്നത്തെ ശാസ്ത്രം ഇന്നലെ പറഞ്ഞാൽ അത് കളവാണെന്നേ പറയൂ. നേരെ തിരിച്ചാണ് ശാസ്ത്ര ആചാരവിധികളിൽ. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രം അതാവാം എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ ഇന്നലെ ചെയ്ത അബദ്ധമാണ് ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമാകുന്നത്. ശാസ്ത്രവിധി എന്ന അർത്ഥത്തിലുള്ള ശാസ്ത്രം, അത് സയൻസ് അല്ല. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന കുറെ കാര്യങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞാൽ അത് മനുഷ്യ ബുദ്ധിയോടുള്ള വെല്ലുവിളിയായി മാറും. മമ്പൂസൂരി തങ്ങൾ പറഞ്ഞില്ലേ, ലം യംതഹിന്നാ ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറഞ്ഞവിടുന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. കല്ലിമിന്നാസ അലാ ഖദ്രി വഖൂലിഹിം എന്ന് പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അതുകൊണ്ട് അതതു കാലത്ത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ അവർക്ക് സംശയമേ ഉണ്ടാവൂ. ഇതൊക്കെ ഈ ഭൗതിക വ്യാഖ്യാനങ്ങൾ അഥവാ ഭൗതിക പ്രതിഭാസങ്ങൾ അത് ഓരോ കാലത്ത് അനാവൃതമാകുമ്പോഴാണ് ഈ അർത്ഥവും കൂടി ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എന്ന പുതിയ അറിവ് നമുക്ക് ലഭിക്കുക. ആ പുതിയ അറിവുകൾ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമുണ്ടാക്കും. ലാ തൻഖദി അജായിബു. പ്രപഞ്ചം വികസിക്കുന്നു എന്നത് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എഡ്വിൻ ഹബിൾ 1929 കൃത്യമായി പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് ഒരു ശാസ്ത്ര സത്യമായി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് 1915
സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീന് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ജനറൽ റിലേറ്റിവിറ്റി തിയറി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. ആ തിയറി അത് ആവശ്യപ്പെട്ടിട്ട് പോലും അത് അദ്ദേഹം മറ്റൊരു സ്ഥിരാംഗം കൊണ്ടുവന്നിട്ട് പിന്നെ എന്താണ് മറ്റൊരു സ്ഥിരാംഗത്തെ കൊണ്ടുവന്നിട്ട് അതിനെ മറികടക്കുകയാണ് ചെയ്തത്. പിന്നെ എഡ്വിൻ ഹബിൾ ഇത് തെളിയിച്ചപ്പോഴാണ് അദ്ദേഹം ചെയ്തത് അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. ഐൻസ്റ്റീൻ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുക? പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊക്കെ അന്ന് തന്നെയാണ് പറഞ്ഞു കൊടുത്തൂടെ? നിങ്ങൾ ഇന്ന് പറയുന്ന ശാസ്ത്രം എന്തേ അക്കാലത്തിന് വിശ്വാസങ്ങൾ വിവരിക്കാതിരുന്നത്? നിബിധങ്ങൾക്കും അറിയില്ലേ എന്ന ചോദ്യമൊന്നും അവിടെ പ്രസക്തമല്ല. അതതു കാലത്തെ ആളുകളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പരിപ്രശ്യത്തിലൂടെ നമ്മൾ നോക്കുമ്പോ പ്രപഞ്ചത്തെ പറ്റി, മനുഷ്യനെ പറ്റി, മനുഷ്യോൽപത്തിയെ പറ്റി, പ്രപഞ്ചോൽപത്തിയെ പറ്റിയൊക്കെ എന്താണ് ഖുർആന് പറയാനുള്ളത്? ഞാൻ വിശദീകരിക്കുകയല്ല, അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ ഒരു നേർരേഖ നമ്മുടെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ സ്വയം നോക്കണം, നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കണം. ഇന്നതിന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ, മാക്രോ വേൾഡും മൈക്രോ വേൾഡും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇനി അതല്ലെങ്കിൽ സബറ്റോമിക് പാർട്ടിക്കിളുടെ ആറ്റത്തിന്റെയും താഴെയുള്ള ലോകത്തെ പറ്റിയുള്ള ചർച്ചകളിലേക്ക് വരുമ്പോ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്വാണ്ടം ഫിസിക്സ് വലിയ ചർച്ചകളും വലിയൊരു മേഖലയുമാണ്. ഏറ്റവും സൂക്ഷ്മതലങ്ങളെ പറ്റി മാത്രമുള്ള പഠനം. എന്നാൽ സ്ഥൂലതലങ്ങളെ പറ്റിയുള്ള പഠനമാണ് നേരത്തെ തന്നെ ഇവിടെ ഫിസിക്സ് എന്ന പേരിൽ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ആധുനിക ലോകത്താണ് ഇതിനെ രണ്ടായി വേർതിരിച്ചത്, ക്വാണ്ടം ഫിസിക്സും അല്ലെങ്കിൽ സാധാരണ ക്ലാസിക്കൽ ഫിസിക്സും. സൂക്ഷ്മതലങ്ങളും സ്ഥൂലതലങ്ങളും തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ലോകങ്ങൾ തന്നെയാണ്. ആദ്യം മനുഷ്യൻ കരുതിയത് ഈ സ്ഥൂല പ്രപഞ്ചമേ ഇത്ര വലിയ അത്ഭുതമുള്ളൂ എന്നാണ്. ചെറുതിൽ എന്ത് അത്ഭുതം, പക്ഷെ സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോ സ്ഥൂലതലത്തെക്കാൾ അത്ഭുതമാണ് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോ പിന്നെ അവസാനം എല്ലാം പിടിവിട്ടു പോവുകയാ. ഒരു വിയേഡ്, ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒന്നും ശരിയാണോ എന്ന് പറയാൻ കഴിയാത്ത ഈ സ്ഥൂല ലോകത്തിൽ ഇന്ന് വസ്തുക്കളുടെ ഉണ്മയെപ്പറ്റി ചിന്തിക്കുമ്പോ അമ്പരന്ന് പോവുകയാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ യാഥാർത്ഥ്യത്തിൽ സംശയിച്ചു പോവുകയാണ് ചിലരൊക്കെ. പണ്ടത് സൂഫസ്ഥായിയത്തിനെ പറ്റിയൊക്കെ നമ്മുടെ കിതാബിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത് സൂപ്പർ സയന്റിസ്റ്റുകളാണ് അത്തരം വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നത്. ഈ പ്രപഞ്ചത്തിന് ഒരു യാഥാർത്ഥ്യമുണ്ടോ? എവിടെയാണ് വസ്തുവിന്റെ യാഥാർത്ഥ്യം കുടികൊള്ളുന്നത്? നിരീക്ഷകന്റെ കണ്ണിലെ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞ ക്വാണ്ടം ഫിസിക്സ് അന്തിമമായി പറഞ്ഞു വെക്കുന്നത്. ഒരു ഇന്റലിജന്റ് ഒബ്സർവർ, നിരീക്ഷകൻ വേണം. നിരീക്ഷകനില്ലെങ്കിൽ വസ്തുവില്ല. ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം. ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷാൽ ഐൻസ്റ്റൈൻ ആണല്ലോ ഒരു മേഖലയിലെ അധികായൻ. സയൻസിന്റെ മേഖലയിൽ എത്തുമ്പോ ഐൻസ്റ്റൈൻ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. കുട്ടികളെ പ്രസംഗമൊക്കെ, ഹൈസൻബർഗിന്റെ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞതൊക്കെ നല്ല ഉഷാറന്നെ, കറി ഉഷാറാണ്, എനിക്ക് പാരണ്ടെന്ന് പറഞ്ഞതുപോലെ പ്രസംഗമൊക്കെ ഉഷാറാണ്. പുതിയ തലമുറ ചിന്തിക്കുന്നത് അത്ഭുതകരമാണ്. പക്ഷെ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ ഐൻസ്റ്റൈൻ ആയിരുന്നു. ക്വാണ്ടം ഫിസിക്സിന്റെ ഉപജ്ഞാതാവായ നീൽ ബോറുമായി വഴക്ക് കൂടി ദിവസങ്ങളോളം ശാസ്ത്ര സമ്മേളനത്തില്. അംഗീകരിച്ചു കൊടുക്കാൻ ഐൻസ്റ്റൈന് സാധിച്ചില്ല. നിരീക്ഷകനില്ലെങ്കിൽ വസ്തുവില്ല എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ ആർക്കാ കഴിയുക? അദ്ദേഹം ചോദിച്ച വളരെ നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, കാണാൻ ഞാനില്ലെങ്കിൽ ആകാശത്ത് അമ്പിളിയില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? കാണാൻ ഞാനില്ലെങ്കിൽ ആകാശത്ത് ചന്ദ്രനില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്ത് നിരർത്ഥകവാദമാണിത്? പക്ഷെ അന്തിമമായി 2022 നോബൽ പ്രൈസ് ഫിസിക്സിൽ 3 ശാസ്ത്രജ്ഞന്മാർ പങ്കിട്ടെടുക്കുന്നത്, അതിന്റെ യൂട്യൂബ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഐൻസ്റ്റൈൻ വാസ് റോങ് എന്നാണ്. 100 വർഷങ്ങൾക്കിപ്പുറം ആ തർക്കത്തിന് തീരുമാനം വന്നു. തെറ്റിയത് ഐൻസ്റ്റൈൻ തന്നെയാണ്, നീൽ ബോറിനല്ല. കാണാൻ നിരീക്ഷകൻ ഇല്ലെങ്കിൽ വസ്തുവില്ലെന്നു തന്നെയാണ്.
പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിൽ എല്ലെങ്കില്ലി ഇതരേതര യോഗം എന്ന് ഉള്ളൂര് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അത് കവിഭാവനയാണ്. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകനില്ലെന്നാൽ, കാണാൻ ആളില്ലെങ്കിൽ ലോകത്തൊരു വസ്തുവും ഭംഗിയുള്ളതല്ല. ഭംഗി കാണുന്നവന്റെ കണ്ണിലാണ്. അത് നമുക്ക് അംഗീകരിക്കാം. കാണുന്നവന്റെ കണ്ണില്ലെങ്കിൽ പിന്നെ ഭംഗി എന്ന് പറയാനൊന്നുമില്ല. നീയില്ല എങ്കിൽ, നിന്റെ വ്രതശുദ്ധി ഇല്ലെങ്കിൽ, ഈ കൃഷ്ണൻ വെറും ശ്യാമ കരിക്കട്ട എന്നൊക്കെ അയ്യപ്പ പണിക്കർ ഒരു കവിത പറയുന്നുണ്ട്. മർത്യനില്ലെങ്കിൽ മർത്യന്റെ കണ്ണില്ല എങ്കിൽ മഴവില്ലിന് എന്താണ് ഭംഗി ഹേ ഗോപികേ എന്ന് അയ്യപ്പ പണിക്കർ ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ കണ്ണില്ലെങ്കിൽ മഴവില്ലിന് എന്താണ് ഭംഗി? മഴവില്ല ആകാശത്ത് വിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല, കാണാൻ ആരെങ്കിലും ഒക്കെ വേണം, അപ്പോഴേന് ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രശ്നം അതല്ല. വസ്തുതകൾ ചിന്തിച്ചു നോക്കി. ആകാശത്ത് മഴവില്ല് വിരിഞ്ഞു നിന്നാൽ അവിടെ പോയി നോക്കി ഒരു വില്ലും ഉണ്ടാവില്ല. വില്ലുള്ളത് നമ്മുടെ കണ്ണിലാണ്. ആകാശത്ത് മഴവില്ലുണ്ട്. നമ്മുടെ കണ്ണിലാണ് ഈ പ്രപഞ്ചം. അവിടെയൊക്കെയാണ് ഖുർആൻ അടിവരയിട്ടപ്പെടുന്നത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിരീക്ഷണ സ്ഥാനത്ത് റബ്ബുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. സൂഫിയാക്കൾ പണ്ടേ ഇതൊക്കെ പറഞ്ഞു വെച്ചു. എന്തിനാണ് വുജൂദുള്ളത്? നിരീക്ഷകൻ ഉണ്ടാവണം, ഇന്റലിജന്റ് ഒബ്സർവർ ഉണ്ടാവണം. ഈ ആയത്തുകൾ നോക്കൂ, എത്ര കൗതുകകരമാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. ചക്രവാളങ്ങളിലും സ്വന്തങ്ങളിലും. നമ്മളിപ്പോ പറഞ്ഞതുപോലെ പറഞ്ഞാൽ സൂക്ഷ്മ ലോകത്തും സ്ഥൂല ലോകത്തും, ക്ലാസിക്കൽ ഫിസിക്സിന്റെ ലോകത്തും ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്തും, എങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞാലും അവിടെയൊക്കെ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവാണ് ഹക്ക് എന്നവർക്ക് ബോധ്യപ്പെടുവോളം, അല്ലെങ്കിൽ ഖുർആനാണ് ഹക്ക് എന്നവർക്ക് ബോധ്യപ്പെടുവോളം. അന്നഹുവിന്റെ ളമീർ രണ്ടിടത്തേക്ക് മടക്കിയാലും ആശയം ഒന്ന് തന്നെ. അള്ളാഹ് ഹക്കാണെങ്കിൽ ഖുർആൻ ഹക്ക, അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാം ഹക്കാണെങ്കിൽ അള്ളാഹ് ഹക്കാണ്. ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, ഹക്ക് അള്ളാഹ് മാത്രമാണ്. നിലനിൽക്കാൻ അർഹതയുള്ളവൻ അവൻ മാത്രമാണ്. ഹക്ക് അള്ളാഹയാണ്. ഈ ഒരു പ്രസ്താവത്തെ ഉപസംഹരിക്കാൻ അള്ളാഹ് ഉപയോഗിച്ച ശൈലി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നല്ല. പല ആയത്തും അങ്ങനെയൊക്കെയല്ലേ അവസാനിക്കുക. ഇവിടെ നിങ്ങൾ നോക്കി, ഈ ആയത്ത് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നല്ല. അങ്ങനെ പറഞ്ഞാലും നമുക്ക് വലിയ വ്യത്യാസം തോന്നൂലല്ലോ. പക്ഷെ അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഷഹീദ്, ഖദീർ അല്ല. വിറ്റ്നസ്, ഒബ്സർവർ. ഏതൊരു വസ്തുവിന്റെയും സാക്ഷിയായി, ഇന്റലിജന്റ് ഒബ്സർവറായി അള്ളാഹു ഉണ്ട് എന്നതുപോലെ അള്ളാഹ് ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കൂ. അപ്പൊ ഈ പ്രപഞ്ചം എന്നത് എന്താണ്? കൗന് എന്ന് നമ്മൾ പറയും. കൗന് എന്ന പദം ഖുർആൻ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. ഇവിടെ രണ്ട് സംഗതികളേ ഉള്ളൂ. ഒരു സൃഷ്ടാവും അവന്റെ സൃഷ്ടിയും, ഖാലിഖും ഖൽഖും. അപ്പൊ ഖാലിഖ് അല്ലാത്തതൊക്കെ ഖൽഖാണ്. അതിനിടയിൽ പിന്നെ വേറെ ഒരു സ്റ്റേജ് ഇല്ല. അതിനിന്ന് പല പേരിൽ പറയുന്നു. നമ്മള് യൂണിവേഴ്സ് എന്ന് പറയുന്നു. യൂണിവേഴ്സ് എന്ന് പറയുമ്പോഴും ഒരു വേഴ്സ് മാത്രമല്ലാത്തത് അഭിപ്രായം ഉണ്ടാകുമ്പോൾ അത് മൾട്ടിവേഴ്സ് സിദ്ധാന്തങ്ങളൊക്കെ വരുന്നു. ഇനി കോസ്മോസ് എന്ന് പറയുന്നു, അറബിയിൽ കൗൻ എന്ന് പറയുന്നു. ആലം എന്നാണ് പഴയ കിതാബുകളിലൊക്കെ. കൗൻ എന്നത് ആധുനിക പദമാണ് പ്രപഞ്ചത്തിന്. നമ്മുടെ പഴയ കിതാബുകളൊക്കെ ആലം ഹദീസാണ്. എന്നാ ഖുർആൻ ഇതൊന്നുമല്ല പറയുന്നത്. ആലമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ് അല്ലാഹു തആല. അസ്സമാവാതി വൽ അർദ് ഖലഖൽ ആലമ എന്നല്ല അല്ലാഹു പറയാ. ആലമിന്റെ റബ്ബാണ് എന്ന് പറയും. പക്ഷേ ആകാശഭൂമികൾ എന്നതാണ് അല്ലാഹു പ്രപഞ്ചത്തെ സൂചിപ്പിക്കാൻ പറയുന്ന പദം. പറഞ്ഞാൽ അതിന്റെ മാഹിയത്ത് എന്താണത്?
ആകാശഭൂമികൾ, അസ്സമാവാതു വൽ അർദ്, ഈ ആകാശം അതിവിശാലമാണ്. അതിന്റെ കണക്ക് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഏറി വന്നാൽ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വ്യാസത്തെ പറ്റി ശാസ്ത്രം ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിരീക്ഷണങ്ങൾക്ക് എത്താവുന്ന ലോകം, അതുതന്നെ 93 ബില്യൺ പ്രകാശവർഷങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രകാശവർഷം ഒന്നും വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾ എന്നേക്കാൾ ഇത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാണെന്ന് നിങ്ങളുടെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പം എനിക്ക് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കണില്ല. അപ്പോ 93 ബില്യൺ 9300 കോടി പ്രകാശവർഷങ്ങള് വ്യാസമുണ്ട് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്താ മതിരി കെട്ടിക്ക, എന്താ അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരെങ്കിലും? അങ്ങനെയല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടാൻ അതുവരെ വഴിയുള്ളൂ. കാരണം നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള ഗാലക്സികളാണ് ഏറ്റവും വേഗത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുക. അത് പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നതിനൊരു കേന്ദ്രമായി എടുക്കേ വഴിയുള്ളൂ. അറ്റം കാണഞ്ഞാൽ പിന്നെ അതല്ലേ വഴിയുള്ളൂ. നമ്മളൊരു കടലിലാണ്, ഒരു കപ്പലിലാണ്, 4 ഭാഗത്തും വെള്ളമാണ്, ഒരു പിടുത്തം കിട്ടണില്ല ഈ കപ്പൽ ഇപ്പൊ എവിടെ നിൽക്കുന്നത്. ജിദ്ദയിൽ നിന്ന് എത്ര ദൂരെയാണ്, ബോംബെയിൽ നിന്ന് എത്ര ദൂരെയാണ്, അങ്ങനൊന്നും കണക്കാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുന്നതിനെ കേന്ദ്രമായിട്ട് ചിന്തിക്കാനേ കഴിയൂ. അത് കേന്ദ്രമായതുകൊണ്ടല്ല, നമുക്കത്ര കഴിയൂ എന്നതുകൊണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മളുള്ളയിടത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും ദൂരമുള്ള ഗാലക്സികൾ നമ്മുടെ ഗാലക്സിയിൽ നിന്ന് വളരെ വേഗം അകന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കേന്ദ്രമാക്കിയെടുത്താൽ ഈ അകലുന്നതിന്റെ വേഗത പ്രകാശ വേഗതയേക്കാൾ കൂടുതലാണ് ഈ പറഞ്ഞ ബൗണ്ടറിക്ക് അപ്പുറത്തുമ്പോൾ. പ്രകാശവേഗത്തേക്കാൾ കൂടുതൽ ഒന്നിനും സഞ്ചരിക്കാനോട്ട് കഴിയില്ല. അത് സഞ്ചരിക്കുന്നതാണ്. ഇത് ഗാലക്സികൾ പകരം അകന്നു പോവുക എന്ന് പറഞ്ഞാൽ ഗാലക്സികൾക്കിടയിൽ ഗ്യാപ്പ് വരുന്നതാണ്. അത് രണ്ടെണ്ണം അകലുന്നത് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന 2 ബൈക്കുകൾ എതിരെ ഓടിയാൽ 200 സ്പീഡ് ആവുമല്ലോ ഓട്ടോമാറ്റിക്. ഒന്നിന് 100 സ്പീഡ് തന്നെ മതി. ഒന്നങ്ങ് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട് ഓടുകയാണെങ്കിൽ 100 സ്പീഡിൽ അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആണെങ്കിൽ മൊത്തം അതിന്റെ വ്യത്യാസം 200 ആവും. സ്വാഭാവികമാണ്. ഗാലക്സികൾ അകന്നു പോകുന്നതിന് പ്രകാശവേഗത്തെക്കാൾ കൂടുതൽ വേഗം ഉണ്ടാവുന്നതിന് ശാസ്ത്രീയമായി കുഴപ്പമൊന്നുമില്ല. പ്രകാശവേഗത്തെക്കാൾ കൂടുതൽ അകലുന്ന ഒരു വസ്തുവിൽ നിന്ന് ഒരു കാലത്തും ഒരറിവും നമുക്ക് കിട്ടാൻ പോണില്ല. നമുക്കാകെ കിട്ടുന്ന അറിവ് അതിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അപഗ്രഥിക്കുക എന്നതാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഒരറിവും അതിൽ നിന്ന് കിട്ടൂല എന്നതുകൊണ്ട് അവിടെ ബൗണ്ടറി തീർത്തു വച്ചിരിക്കുകയാണ്. അല്ലാതെ അതിന്റെ അപ്പുറം ഇല്ല എന്നല്ല. അതാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നിരീക്ഷണത്തിന് എന്തെങ്കിലും, അത് കണ്ണുകൊണ്ട് കാണുന്ന നിരീക്ഷണമല്ല, നമ്മുടെ അന്വേഷണ പരിധിയിൽ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള പ്രപഞ്ചത്തിന്റെ വലിപ്പം പോലും നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ എത്രയോ അപ്പുറമാണ്. ഈ അതിവിപുലമായ ലോകങ്ങളൊക്കെയും ആകാശങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ എവിടുന്ന് തുടങ്ങണം? ഞാൻ തുടങ്ങുക, ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിന്നാണ്. എന്റെ ചുറ്റുമുള്ളത് ഞാൻ ചവിട്ടി നിൽക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമിക്ക് അതിന്റെ 360 ഡിഗ്രിയിലും എല്ലാ ഭാഗത്തേക്കും പോകുന്നതൊക്കെ മാ കുല്ലുമാ അലാക ഫഹുവ സമാഉക. നമ്മുടെ മുകളിലുള്ളതൊക്കെ നമ്മുടെ ആകാശമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് അത് തന്നെയാണ്, അസ്സമാവാതു വൽ അർദ്. മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയാണ് മനുഷ്യന്റെ കേന്ദ്രം, പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ല. ഐക്കൂടാക്കിയില്ല, നമുക്കറിയില്ല. പ്രപഞ്ചത്തിന്റെ അതിർത്തി അറിയാത്തത് കൊണ്ട് കേന്ദ്രം എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്നാണ്, ഭൂമിയിലുള്ള മനുഷ്യരോടാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേന്ദ്രമായ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയെ വലയം ചെയ്ത് നിൽക്കുന്ന അതിവിപുലമായ ആകാശ ലോകങ്ങൾ, ഇങ്ങനെ നമുക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഈ പ്രപഞ്ചം എന്നുണ്ടായി, എങ്ങനെയുണ്ടായി, എവിടെയുണ്ടായി, ആരുണ്ടാക്കി? ഇതൊക്കെ അടിസ്ഥാന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞങ്ങൾ തരാമെന്ന് മനുഷ്യന്റെ ഇന്നോളമുള്ള അന്വേഷണങ്ങളിൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ ഇന്നോളമുള്ള അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ് ഞാനും നിങ്ങളും വല്ലതും അന്വേഷിച്ചാതും. ശാസ്ത്രത്തിന് പറയാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ശാസ്ത്രം ഏതോ ഒരു കൂട്ടരും നമ്മളിപ്പുറത്തൊരു കൂട്ടരുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ആ സംജ്ഞ തന്നെ മാറ്റണം. അപ്പൊ നമ്മളെന്തോ ഒരു ശാസ്ത്രത്തിന്റെ മറുവശത്തുള്ള വേറൊരു ജീവവർഗം. ശാസ്ത്രം എന്നത് ഇന്നോളമുള്ള മനുഷ്യരാശിയുടെ അന്വേഷണത്തിന്റെ ആകത്തുകയാണ്. അതിന് മതമോ ദേശമോ ഭാഷയോ ഒന്നും അതിനതിര് നിശ്ചയിക്കില്ല. ഇന്നോളമുള്ള മനുഷ്യന്റെ അന്വേഷണം, അതിനെ നമ്മൾ എന്തായാലും പരിഗണിച്ചേ പറ്റൂ. നമ്മളൊരു മുത്തഅല്ലിങ്ങളുടെ സദസ്സിലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയാണ്, ഒരു അവഗണനയോടെ കാണേണ്ട വിഷയമല്ല ശാസ്ത്രം. ഇൽമിന് അല്ലാഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബഹുമാനം ശാസ്ത്രത്തിന് കൊടുക്കേണ്ടവരാ നമ്മൾ. ശാസ്ത്രം എന്തോ ഒരു മോശ സംഗതി, നമ്മളേതോ ഒരു മേലെ ഉള്ള ആളുകളുമായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശാസ്ത്രം എന്തോ ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവഗണിതനെ പോലെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ശാസ്ത്രത്തിന് പറയാൻ പറ്റൂലെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മളൊക്കെയാണ് ശാസ്ത്രം. നമ്മുടെ പൂർവികർ ഒരുപാട് സംഭാവന നൽകിയ ഒരു മേഖലയാണിത്. ഗോൾഡൻ ഏജ് എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ, അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് നമ്മുടെ പൂർവികർ ഈ മേഖല. അറബികളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് യൂറോപ്പിന് ഇന്ന് ഒരർത്ഥത്തിലുള്ള ശാസ്ത്ര പുരോഗതിയും ഉണ്ടാവില്ലെന്ന് കൃത്യമായി അവർ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഖുർആന് ആലിം എന്ന് പറഞ്ഞതും ഉലമ എന്ന് പറഞ്ഞതും പലപ്പോഴും ഇത്തരം ഭൗതിക വിജ്ഞാനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതിനെ അവഗണിച്ചുകൊണ്ടല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മനുഷ്യന്റെ ഇന്നോളമുള്ള അറിവുകൾ വെച്ച് ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നത് നിസ്സഹായതയോടെ തന്നെ മനുഷ്യൻ കാണുകയാണ്. അതൊരു പോരായ്മയാണെന്നല്ല, അന്വേഷണം തുടരേണ്ടതുണ്ട്. മനുഷ്യനെന്നും ഈ അന്വേഷണത്തിന് ആകർഷനാണ്. അതിനവനെ പ്രാപ്തനാക്കുന്നത് അറിവില്ലായ്മ തന്നെയാണ്. അത് അതിന്റെ വഴിക്ക് തുടരട്ടെ. പക്ഷെ എന്താണ് ഇവിടെ? മതത്തിന് ഉത്തരമുണ്ടോ? വഹീന് ഉത്തരമുണ്ടോ? ശാസ്ത്രത്തിന്റെ മറുവശത്തല്ല, മറ്റൊരു ലോകമുണ്ട്, വഹീന്റെ അറിവിന്റെ ലോകം. അവിടെ ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമുണ്ട്. അതാണ് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവ്വലും ആഖിറും ലാഹിറും ബാത്തിനും ഹുവയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഹുവ. ഹുവ അതിലേക്ക് ചെല്ലുകയല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ടൊരു കാര്യം കൂടി നമുക്ക് തീരുമാനമാവുന്നു, ഇതുവരെ ഉത്തരമില്ലെന്ന് മാത്രമല്ല, ഇതിലപ്പുറം ഒരു ഉത്തരം ഒരു കാലത്തും കിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അന്വേഷണം തുടരണം. എന്തുകൊണ്ട്? ഉത്തരം കിട്ടുമെന്ന് അറിവുള്ളത് മാത്രമല്ല നമ്മൾ അന്വേഷിക്കുക, ഉത്തരം കിട്ടാത്തതിന് എത്രത്തോളം കിട്ടുമെന്നറിയാനും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഹുവ എന്ന എൻഡ് പോയിന്റിൽ എത്താൻ നമ്മൾ അന്വേഷിക്കണം. ലാഹിറും ബാത്തിനും അവ്വലും ആഖിറും, സ്പേസ് ആൻഡ് ടൈം, ഇത് രണ്ടിന്റെയും തുടക്കവും ഒടുക്കവും. ടൈമിന്റെ ഒടുക്കവും തുടക്കവുമാണ് അവ്വലും ആഖിറും. സ്പേസിന്റെ തുടക്കവും ഒടുക്കവുമാണ് ലാഹിറും ബാത്തിനും. ഇതിനെ ഹുവയിലേക്ക് ചേർക്കല്ലാതെ എന്താ ഒരു വഴി? നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താ വഴി? എത്ര കോടാനുകോടി ബില്യനും ട്രില്യനും ജില്യനും, അവസാനത്തെ അക്ഷരമായ സെഡ് വെച്ച് ജില്യനും പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പറയാനില്ലല്ലോ. എന്തെല്ലാം കൂട്ടി നമ്മൾ പറഞ്ഞാലും ആ സമവാക്യത്തിന് ഒരു +1 ചേർക്കുന്നതിന് ഒരു തടസ്സമില്ലല്ലോ നിയമപരമായിട്ട്. എത്ര വലിയ സംഖ്യയാണെങ്കിലും +1 സാധ്യത ഉണ്ട്. ഇനി അതിൽ +1 കയറൂല അറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. കിലോമീറ്റർ ആണെങ്കിലും ഇനി പ്രകാശവർഷമാണെങ്കിലും ഇനിയും കൂട്ടിക്കൊണ്ടേയിരിക്കുക, സമയം അവസാനിക്കൂല. അത്രയും സ്പേസ്
ഇങ്ങനെ പോയി അതിന്റെ അപ്പുറം ഇല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയാം? അതുകൊണ്ട് എല്ലാറ്റിന്റെയും എന്തായി നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ അന്വേഷണങ്ങളുടെ അവസാനത്തിൽ ഹുവ കൊണ്ടുവെക്കല്ലാതെ ഒരു വഴിയില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. ഈ ഉത്തരം മതവിശ്വാസിക്കുണ്ട്. ശാസ്ത്രത്തിന് ആ ഉത്തരത്തിന്റെ ആവശ്യമില്ല. കാരണം ശാസ്ത്രത്തിന്റെ മേഖല ഗൈബിയായ ലോകത്തെ അന്വേഷിക്കലല്ല, ഇത് ഗൈബാണ്. ഷഹാദത്തിന്റെ ലോകത്താണ് ശാസ്ത്രത്തിന് പ്രസക്തിയുള്ളൂ. ആ അന്വേഷണത്തിന് ഹുവ മറുപടിയാവില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ അന്വേഷണം തുടരണം. ഇനിയും ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ, ഏത് ഇൻഫ്രാറെഡിന്റെയും അപ്പുറത്തേക്ക്, എപ്പോക്കിലേക്ക്, കാലത്തിന്റെ കണ്ടെത്താൻ കഴിയില്ലെന്ന് ഇന്ന് കരുതുന്നിടത്ത് എത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഇനിയും അന്വേഷണം പോകണം. പക്ഷെ അവിടെയൊക്കെ ചെന്നാലും അന്തിമ ഉത്തരം ഹുവ തന്നെ ഉണ്ടാവുള്ളൂ. ആ അന്തിമ ഉത്തരത്തോളം നമുക്ക് സഞ്ചരിക്കാൻ പറ്റണം. അത് ഗോഡ് ഓഫ് ഗ്യാപ്സ് അല്ല. ഗ്യാപ്സുകളിൽ നമ്മൾ തിരികുന്ന ഒരു ഗോഡല്ല, മറിച്ച് ഗോഡ് എന്നത് നമ്മുടെ ഒരുപാട് ദൂരത്തുള്ളതുമല്ല, ഖരീബാണ്. അഖ്റബു ഇലൈക്കും മിൻ ഹബിലിൽ വരീദ്. റബ്ബ് എന്നത് നമ്മുടെ ഭൗതികാന്വേഷണത്തിൽ കിട്ടുന്ന ഉത്തരമല്ല. അതുകൊണ്ട് അത് തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഹുവ എന്ന റബ്ബുൽ ഇസ്സത്താണ് സകല വസ്തുവിന്റെയും സൃഷ്ടാവ്. ആ റബ്ബ് എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഒരുപാട് തിയറികളുണ്ട് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ശാസ്ത്രാന്വേഷണത്തിൽ. അതിൽ ഇന്നേറെക്കുറെ നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ, കൂടുതൽ ശാസ്ത്രകാരന്മാർ അംഗീകരിക്കുന്ന, ഒരുപാട് തെളിവുകൾ അതിനുവേണ്ടി അവർ നിരത്തുന്ന, സമർത്ഥിക്കുന്ന പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള നിരീക്ഷണം ബിഗ് ബാങ് തിയറിയാണ്. വിശദീകരിക്കണ്ടല്ലോ. അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവിൽ നിന്ന്, ആ ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഊർജവും സ്പേസും ആ ഒരു ബിന്ദുവിൽ ഉൾച്ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു സാധനം നമ്മൾ ചെറുതാക്കുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളിൽ മർദ്ദം കൂടി വരും. ഇത് വളരെ വ്യക്തമാണല്ലോ. അതിനെ വികസിപ്പിക്കുമ്പോൾ അതിന് മർദ്ദം കുറയും, ചെറുതാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ പൊട്ടാതിരുന്നാൽ അതിന്റെ ഉള്ളിൽ ആ മർദ്ദം ഉണ്ടാവും. പിന്നെ സഹിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പൊട്ടുക. ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള, ഇന്ന് മാത്രമല്ല ഇനി ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്ന സകല ഊർജവും, സകല സ്പേസും, സകല മാറ്ററും സ്പേസ് ആൻഡ് മാറ്റർ ആൻഡ് എനർജി, ഇന്നീ പ്രപഞ്ചത്തിലുള്ള ഇത് മുഴുവനും കൂടി ഒരു ബിന്ദുവില്, ഏതൊരു ബിന്ദു? നീൽ ടൈസൺ എന്ന വലിയ ശാസ്ത്ര പ്രഭാഷകൻ അതേപ്പറ്റി എഴുതുന്നുണ്ട്. ആസ്ട്രോഫിസിക്സ് ഫോർ ദ പീപ്പിൾ ഇൻ എ ഹറി എന്ന് പറഞ്ഞ പുസ്തകത്തില്, തിരക്കുള്ള ആളുകൾക്കുള്ള ആസ്ട്രോഫിസിക്സിന്റെ പുസ്തകം. പറയുന്നത്, ഞാൻ ഈ വാക്ക് എഴുതിയിട്ട് ആ സെന്റൻസ് കഴിഞ്ഞൊരു പുള്ളി ഇട്ടാൽ, ആ പുള്ളിയെ നിങ്ങൾ 1 കോടിയല്ല, 100 കോടിയല്ല, 100 കോടി ആക്കി ചെറുതാക്കിയാൽ ആ പുള്ളിയേക്കാൾ ചെറുത്. അത്രയും സൂക്ഷ്മമായൊരു ബിന്ദുവിലായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ ഇന്ന് കാണപ്പെടുന്ന സകലമാന ഊർജവും സ്പേസും. അതിനുള്ളിലാണെങ്കിൽ അതിലെന്ത് മർദ്ദമുണ്ടാവും, സമ്മർദ്ദമുണ്ടാവും. ആ സമ്മർദ്ദം ഇങ്ങോട്ട് വികസിക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണെന്ന് പറയാ. പക്ഷെ പൊട്ടിത്തെറിക്കുക എന്ന വാക്ക് ശരിയല്ല. അതിനെ പരിഹാസത്തോടെ പറഞ്ഞത്. ബിഗ് ബാങ് എന്നത് അതിനെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ പരിഹാസ പേരാ. ചിലപ്പോ കളിയാക്കി വിളിക്കുന്നത് പിന്നെ ശരിയായ പേരായി മാറാറുണ്ടല്ലോ. ബിഗ് ബാങ് എന്നത് അംഗീകരിക്കാത്ത ആൾ കളിയാക്കി പറഞ്ഞതാ. പൊട്ടിത്തെറിക്കണമെങ്കിൽ ഒരു സ്പേസ് വേണ്ടേ? നമുക്ക് ഇവിടെ ഒരു കതീര പൊട്ടിക്കണമെങ്കിൽ ആദ്യം ഇവിടെ സ്ഥലം ഉണ്ടായിട്ടാണ്. സ്ഥലമില്ലാതെ എങ്ങനെ പൊട്ടിത്തെറിക്കുക? സ്ഥലം ഉണ്ടായിട്ടില്ല. ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിൽ നിന്ന് കൊണ്ടുവരൂ. നമ്മൾ ശറഉൽ അഖായിദ് അടക്കേണ്ടത് ഓതുമ്പോ ഇതൊക്കെ ചിന്തിക്കണം.
ഖാനല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറുഹു. അല്ലാഹ് അല്ലാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്പേസും ഇല്ല. ഒരുപാട് സ്പേസിൽ അല്ലാഹ് മാത്രം ഇങ്ങനെ നിൽക്കൊന്നുമല്ല. അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവിടെ അള്ളാഹു ഒരു ബിന്ദുവിനെ സൃഷ്ടിക്കുകയാണ്. അവിടെ എന്ന് പറയാൻ ഒരു ഇടമില്ല. അങ്ങനല്ലാതെ നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ആ അവസ്ഥയിൽ എന്ന് പറയാം. ആ അവസ്ഥയിൽ അള്ള ഒരു ബിന്ദുവിനെ, അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവിനെ സൃഷ്ടിക്കുകയാണ്. ആ ബിന്ദു സൃഷ്ടിക്കുമ്പോൾ അതൊരു സ്പേസ് ആവുകയാണ്, അതല്ലാത്തൊന്നുമില്ല. അപ്പൊ ആ ബിന്ദുവിന്റെ അപ്പുറപ്പുറമൊക്കെ എന്ന് ആലോചിച്ചാൽ അതിപ്പോഴും നമുക്ക് ആലോചിച്ചൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നുള്ള ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറപ്പുറം. ആ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. നിങ്ങൾ ബസ് കയറിയ പഴയ കാലത്തുണ്ടാവും കയ്യും തലയും പുറത്തിടരുത്. അത് നമുക്ക് മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് കയ്യും തലയും പുറത്തിടരുത് എന്ന് എഴുതി വെച്ചാൽ എന്തായിരിക്കും എന്റെ അർത്ഥം? എവിടേക്കാണ് ഈ പുറത്തേക്ക് ഇടുക? ബസ്സിന്ന് കയ്യും തലയും പുറത്തേക്ക് എവിടേക്കാട്ട് എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് കയ്യും തലയും പുറത്തേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ ഇതേ ചോദ്യം വികസിക്കുന്ന പ്രപഞ്ചത്തെ പറ്റിയുണ്ട്. എവിടേക്കാണ് ഇത് വികസിക്കുന്നത്? പ്രപഞ്ചം വികസിക്കാൻ എവിടേക്കാണ് വികസിക്കുന്നത്? വികസിക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ അതും കൂട്ടിയതല്ലേ പ്രപഞ്ചം? അവിടെയാണ് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. അതുകൊണ്ട് അതിസൂക്ഷ്മ കണത്തിനുണ്ടായ വികാസം എന്നാണ് പറയേണ്ടത്. ശരിയായ പേര് ബിഗ് ബാങ് അല്ല, ബിഗ് ഇൻഫ്ലേഷൻ എന്നതാണ് ഇതിന്റെ ശരിക്കുള്ള പദം. ഒരു മഹാവികാസമാണ് സംഭവിച്ചത്, ഒരു മഹാവിസ്ഫോടനല്ല. അങ്ങനെ ഒരു മഹാവികാസം ചിന്തിക്കാൻ കഴിയാത്ത ശക്തിയോടെ, വേഗതയോടെ, അതിശക്തിയോടെയുള്ള ഒരു മഹാവികാസത്തിൽ നിന്നുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ കണികകൾ മുതൽ പിന്നെ ആ കണികകൾ, ഒരുപാട് കണികകൾ, അത് അതിന്റെ ആദ്യ സബറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഇലക്ട്രോണുകളൊക്കെ ആയിട്ട്, ന്യൂട്രിനോകളായിട്ട്, അങ്ങനെ പല പേരും. അത് നമ്മൾ വിശദീകരിക്കേണ്ട വേദിയല്ലല്ലോ അത്. അതൊക്കെ പിന്നീട് സ്വതന്ത്രമായി, ഇന്ന് എങ്ങനെ നടക്കൂല. സ്വതന്ത്രമായി കണികകൾ സഞ്ചരിക്കുന്നത് അതിന്റെ അത്രയും ചൂടുണ്ടാവുമ്പോഴേ അവക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ചിന്തിക്കാൻ കഴിയാത്ത ചൂടായിരുന്നു ആ സമയത്ത്, ഉഷ്മാവ്. ആ ചൂട് കുറേശ്ശെ കാലം കൊണ്ട് കുറഞ്ഞു വരുമ്പോ ഈ സ്വതന്ത്രമായ കണികകൾ കൂടിച്ചേർന്ന് പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നു. ആ പദാർത്ഥങ്ങൾ പിന്നെ നക്ഷത്രങ്ങളിൽ രൂപപ്പെടുന്നു. കുറെ പദാർത്ഥങ്ങൾ ചേരുമ്പോ അപ്പോഴും ഭയങ്കര ചൂട് തന്നെയാണ്. തണുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തണുക്കണായിട്ട് തണുക്കാന്നല്ല. ഇതൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. അത് പിന്നെ ആ ചൂടിൽ നിലനിൽക്കാൻ കൂടിച്ചേർന്ന് നിലനിൽക്കുമ്പോൾ നക്ഷത്രങ്ങളാകുന്നു, നെബുലകളാകുന്നു. അങ്ങനെയൊക്കെ ആയി പിന്നെ ആ നക്ഷത്രങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെയുണ്ടായതാണ് ഈ പ്രപഞ്ചം. ഇതാണ് ഇന്നത്തെ ബിഗ് ബാങ് തിയറിയുടെ ഒരു ചെറിയ രൂപം. ഇതിൽ ഒരുപാട് വിശദീകരണം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം പോലുള്ള പുസ്തകം വായിച്ചാൽ നമുക്ക് ഇതിന്റെ കൃത്യമായ കണക്കുകളൊക്കെ അവർ പറയുന്നുണ്ട്. വെറുതെ ഒരു കൊട്ടക്കണക്കല്ല. അങ്ങനെ ഒരു ഘട്ടത്തില് സൗരയൂഥം, അങ്ങനെ ഓരോ ഗാലക്സികൾ രൂപപ്പെടുന്നു. ഓരോ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. അതൊക്കെയും ആ സഞ്ചാരം തുടരുകയാണ്. ഈ വികാസത്തിൽ നിന്നുണ്ടായ ശക്തിയിൽ ഇതൊക്കെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സഞ്ചരിക്കാനാണെങ്കിലോ ഒരിക്കൽ കിട്ടിയ ഊർജം ഒരു പ്രതി ഊർജം വരുന്നത് വരെ അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ന്യൂട്ടന്റെ ചലന സിദ്ധാന്തം അനുസരിച്ച്. പിന്നെ ഓരോ തവണ ഇതിന് പെട്രോൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തുടങ്ങി വെച്ചാൽ മറ്റൊരു ഫോഴ്സ് ചെലുത്തുന്നത് വരെ ആ ചലനം അങ്ങനെ ഉണ്ടാവും. അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രപഞ്ചത്തിൽ ഒന്നും സ്റ്റേഷനറി ആയിട്ടില്ല, വെറുതെ നിൽക്കണില്ല, എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ചിന്നിച്ചിതറിപ്പോയ ഈ വികസിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ബിഗ് ബാങ്ങിന്റെ ശക്തിയിൽ നിന്നാണ് അതിവേഗം പല കേന്ദ്രങ്ങളിലേക്കായി ചിന്നിച്ചിതറിപ്പോകുന്നതെങ്കിൽ, ഒരു പന്ത് നമ്മൾ ശക്തിയായി അടിച്ചാൽ കുറെ കഴിയുമ്പോൾ അതങ്ങനെ ശക്തി കുറയുന്നത് പോലെ, ആ പന്തിന്റെ വേഗത കുറയുന്നത് പോലെ,
അതങ്ങനെ സ്പീഡ് കുറഞ്ഞ് 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 ഒരു ഘട്ടത്തിലെത്തുമ്പോ അതിന്റെ സ്പീഡ് അവിടെ നിൽക്കും. അതിന്റെ കേന്ദ്രത്തിന് ഏതൊരു വസ്തുവിനും ഒരു ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ട് അത് കേന്ദ്രം അതിനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വലിയുടെ അപ്പുറത്തേക്ക് പോയത് കൊണ്ടാണ് അതിന് വേഗത കിട്ടിയത്. ഗുരുത്വാകർഷണത്തെക്കാൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സാണ് ബിഗ് ബാങ് ചെലുത്തിയത് എന്നതുകൊണ്ടാണ് അതിന് വേഗത കിട്ടിയത്. പക്ഷെ ഈ വേഗത അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങോട്ട് തന്നെ വലിക്കും, തിരിച്ചു വരും. അങ്ങനെ പല ഭാഗത്തേക്ക് ചിന്നിച്ചെതിറിപ്പോയി എല്ലാ ഘടകങ്ങളും വീണ്ടും തിരിച്ചു വരും. ബിഗ് ബാങ്കിന്റെ മറുവശത്ത് ഒരു ബിഗ് ക്രഞ്ച് ഉണ്ടാവും. രണ്ടാമത് ഇങ്ങനെ ഇങ്ങോട്ട് വരും, തുടങ്ങിയ മാതിരി. അവസാനം അത് വീണ്ടും അതേ ബിന്ദുവായി പര്യവസാനിക്കും എന്നതാണ് ഒരഭിപ്രായം. ഇവിടെയൊക്കെ ഒരുപാട് അഭിപ്രായമുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രപഞ്ച വികാസത്തെ പറ്റി എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ അത്ഭുതകരമായൊരു കാര്യമായിരുന്നു, ഇതിന്റെ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞതുപോലെയാണെങ്കിൽ വേഗത കുറയാ വേണ്ടത്, ദൂരത്തേക്ക് പോകുമ്പോൾ വേഗത കുറയാ വേണ്ടത്. പക്ഷെ സംഭവിച്ചത് അതല്ല, വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ച പന്ത് സ്വാഭാവികമായിട്ട് വേഗത കുറയലല്ലേ, പക്ഷെ അടിച്ചതിനേക്കാൾ വേഗതയിൽ പിന്നെ ദൂരത്തേക്ക് അതിവേഗം പോവുകയാണെങ്കിൽ ആ പന്ത് എല്ലാ കോർട്ടും മറികടന്ന് മലകളും കടന്ന് അങ്ങനെ പോയി പോവല്ലോ, പെരുമ്പോക്ക് പോവാണ്. അവിടെയാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് തുടക്കത്തിന്റെ വേഗത മാത്രമല്ല അതിന് കിട്ടിയത്. അവിടെയാണ് ഒരു ബ്ലാക്ക് മാറ്ററും ബ്ലാക്ക് എനർജിയും ഒക്കെ ഉണ്ട് ഇവര് നിർബന്ധിതരാകുന്നത്. അതിന് വേറെ തെളിവ് കിട്ടിയിട്ടല്ല. പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് പഠിക്കുമ്പോ പ്രപഞ്ചത്തിൽ എന്തോ ഈ വേഗതയെ ത്വരണപ്പെടുത്തുന്ന, ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എനർജി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോ തിരിച്ചു വരുന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ വേഗത അവസാനിച്ചാൽ എന്ത് സംഭവിക്കും, ഇതിനെ പറ്റിയാണ് പല അഭിപ്രായങ്ങൾ. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ ബിഗ് ക്രഞ്ച്. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ശാസ്ത്രത്തിന്റെ ഈ ധാരണകളൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഇതൊക്കെ അതല്ലേ നമുക്ക് തോന്നും. ഇനി നാളെ ഇതൊന്നുമല്ല, ശാസ്ത്രത്തൊക്കെ ആകെ മാറ്റി, അപ്പോഴും ഖുർആൻ ഓതുമ്പോ അന്ന് പറഞ്ഞതല്ലേ എന്ന് തോന്നും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇലാസ്തികത. ഇത് തെറ്റാണെന്നല്ല, ഇതുമായിരുന്നു ഇതിനേക്കാൾ വിശദീകരിക്കാൻ സൗകര്യം. അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വിശദീകരണങ്ങളാണ്. ഓരോ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നമുക്ക് സമഗ്രമായി വിശദീകരിക്കാൻ കഴിയും എന്നതാണ് ശാസ്ത്രം. അല്ലാതെ അളന്നു തൂക്കിയിട്ടൊന്നുമല്ല. ഗണിതമാണ് ഫിസിക്സ്. ശരിയായ ഫിസിക്സ് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. കൃത്യമായ കണക്കുകളൊക്കെയാണ്, കണ്ടെത്തലല്ല. ഇതിനെ കൃത്യമായി വിശദീകരിക്കാൻ ഇതിനേക്കാൾ നല്ല വിശദീകരണം വരുമ്പോ ആ വിശദീകരണത്തോടായിരിക്കും ഈ ആയത്തുകൾ അന്ന് പുതിയ ആയത്ത് ഇറങ്ങണ്ട. അതാണ് ഖുർആന്റെ ഇലാസ്തികത. ഓരോ പുതിയ സംഭവം വരുമ്പോഴും അതിനെ കൂടി ഉൾക്കൊള്ളുന്ന, അവിടെയാണ് ഖുർആൻ പറയുന്നത്. ഖുർആനെ പറ്റി പരിഹസിച്ചവർ പറഞ്ഞില്ലേ, 6-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥം. 6-ാം നൂറ്റാണ്ടുകാര് തന്നെ പറഞ്ഞു, ഇപ്പോഴല്ല, അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ടല്ലല്ലോ ശരിക്കും, 7-ാം നൂറ്റാണ്ട്. അന്നെ പറഞ്ഞു, അസാതീറുൽ അവ്വലീന ഇക്തതബഹാ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വഅസ്വീലാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഖാലു അസാതീറുൽ അവ്വലീൻ. ഇതൊക്കെ പുരാണ കെട്ടുകഥകളാണ്. ഇക്തതബഹ എഴുതിയെടുത്ത. ഫഹിയ തുംല അലൈഹി ബുക്റതൻ വഅസ്വീലാ. രാവിലെ വൈകുന്നേരം ആരോ വന്ന് ചൊല്ലിക്കൊടുക്കുന്നത് പറയാണ്. ഇതിന് മറുപടി എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. ഖുൽ നബിയെ, തങ്ങൾ പറഞ്ഞോളൂ, അൻസലഹുല്ലദീ യഅലമുസ് സിർറ ഫിസ് സമാവാതി വൽ അർദ്. ഈ ഖുർആന്റെ സത്യസന്ധത, യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ അല്ലാഹു പറഞ്ഞത് അൻസലഹുല്ലദീ യഅലമുസ് സിർറ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ രഹസ്യം അറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചത് എന്ന്. ഖുർആൻ അങ്ങനെ എല്ലാ രഹസ്യം പറഞ്ഞെന്നാ ഞാൻ നേരത്തെ പറഞ്ഞ ലാ തൻഖദിയ ജായബു നിലനിൽക്കൂല. അത്ഭുതം ഒരിക്കൽ പറഞ്ഞാൽ അവിടെ അവസാനിക്കും. ഓരോ ആൾക്കും പുതിയ പുതിയ അറിവ് കിട്ടണം. നമ്മൾ ഈ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് പുതിയൊരു അറിവ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ്. ഖുർആനിലൂടെ അല്ല, തെറ്റരുത്, ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ ഒരു പ്രാപഞ്ചിക രഹസ്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുമ്പോ
അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഖുർആൻ നേരത്തെ പറഞ്ഞതിലുണ്ടല്ലോ. ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് കിട്ടൂല. നമ്മുടെ അന്വേഷണത്തിന് തടസ്സമായി അല്ലാഹ് വരൂല. കാരണം മനുഷ്യനെ അല്ലമ ആദമൽ അസ്മാ, എല്ലാ രഹസ്യം പറഞ്ഞു കൊടുത്ത് പറഞ്ഞയച്ചല്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചേക്കാം. ഭൂമിയിലേക്ക് മനുഷ്യനെ അല്ലാഹ് പറഞ്ഞയക്കുന്നത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടാ. നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏൽപ്പിച്ച്, നിങ്ങളൊരു ഫിസിക്സിന്റെ ക്ലാസ്സിലാണ്, ഫിസിക്സിൽ ഏറ്റവും പ്രധാനം പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെ കണക്കിന്റെ ക്ലാസ്സിൽ. ഒരു നല്ല അധ്യാപകനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു നല്ല അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഏൽപ്പിച്ച പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് വരെ ക്ഷമിച്ചു ഞാൻ നിൽക്കണം. ഞാൻ തന്നെ ബോർഡിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നാൽ നിങ്ങൾ ഒരിക്കലും പഠിക്കൂല. നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ അത് പരിഹരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി തരണം. അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ ഉത്തരം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണാതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയാവുമ്പോ ഓ എത്ര ശരിയാ, ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അല്ല ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം പിന്നെ ഉണ്ടാവും. ഇത് കേവലം ഒരു ഡിക്റ്റേഷൻ അല്ലേ ആവുള്ളൂ. ഖുർആൻ നമുക്ക് രഹസ്യം പറഞ്ഞു തരൂല. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഖുർആൻ ഓതണം. അപ്പൊ കാണാ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ്. ഇതൊക്കെ അറിയുന്ന റബ്ബാണ് ഇത് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഓരോ പുതിയ അന്വേഷണ ഫലം വരുമ്പോഴും ഇതിനോട് എത്ര ഒത്താണ് എന്റെ ഖുർആൻ പോകുന്നത് എന്നുള്ള സന്തോഷം ഉണ്ടാവും. അതാണ് ഈ വിഷയത്തിലും. നിങ്ങൾ സൂറത്തുൽ അംബിയ ഓതി നോക്കൂ. അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർദ കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. തുടക്കവും ഒടുക്കവും അവലം യറല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് കണ്ടുകൂടെ. ഒടുക്കം അഫലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ. എന്താ കാണേണ്ടത്, എന്താണ് വിശ്വസിക്കാൻ പ്രേരകമാവേണ്ടത്? അന്നസ്സമാവാതി വൽ അർദ കാനതാ റത്ഖൻ, സമാവാത്തു വൽ അർളി, പ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചം മുഴുവനും കാനതാ റത്ഖൻ, ഇന്ന് ഭൂമി എന്നും ആകാശം എന്നും നിങ്ങൾ വേർതിരിക്കുന്ന ഈ രണ്ട് പ്രതിഭാസങ്ങൾ ഒരു സമയത്ത് ഒന്നുചേർന്ന ഒരു ഉൾച്ചേർന്ന പിണ്ഡമായിരുന്നു. ഒരു ശൂന്യത നിങ്ങൾക്കുള്ളിൽ സങ്കല്പിക്കാൻ കഴിയാത്ത റത്ഖായി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഫഫതഖ്നാഹുമാ, നമ്മൾ അതിനെ വേർപ്പെടുത്തി. ഒന്നിച്ചു നിന്ന ഈ ഒരു ബിന്ദുവിനെ വേർപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ആകാശ ഭൂമികളായി പരിവർത്തനപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്ര ബിഗ് ബാങ് തിയറിയായിട്ട് എത്ര ഒത്തുപോകുന്നു ഈ ഒരു പരാമർശം. പ്രപഞ്ചത്തെ പറ്റിയുള്ള ഖുർആന്റെ കാഴ്ചപ്പാട്. ഒരായത്ത് പൂർത്തിയായില്ല, ആ ആയത്തിന്റെ അടുത്ത ബാക്കി വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ഭൗതിക പരിണാമമാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രപഞ്ചം എന്ന ഭൗതിക പ്രപഞ്ചത്തിന്റെ പരിണാമം ഒരു ബിന്ദുവിൽ നിന്ന് വികസിച്ച് മഹാപ്രപഞ്ചം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തെ സജീവമാക്കി നിലനിർത്തുന്നത് ജീവജാലങ്ങളാണ്. പ്രപഞ്ചമുണ്ടായി, അതിന്റെ രൂപം കിട്ടി. ഇനി പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി? ജൈവ പരിണാമം. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജലത്തിൽ നിന്ന് ജീവനുള്ളതൊക്കെയും ഉൽപ്പാദിപ്പിച്ചു. ജലത്തിൽ ഏകകോശ ജീവികൾ രൂപപ്പെട്ടു, അത് ബഹുകോശ ജീവികളാവുന്നു. അങ്ങനെ വികസിതമാകുന്ന ഒരു എവല്യൂഷന്റെ മഹാപ്രപഞ്ചം ജൈവ പ്രപഞ്ചം, ജൈവ പരിണാമം. ഭൗതിക പരിണാമവും ജൈവ പരിണാമവും ഇത്രയൊക്കെ സിമ്പിളാണോ കാര്യം? പിന്നെ എന്തിനാ നമ്മൾ ശാസ്ത്രത്തോട് കലഹിക്കുന്നത്? വെറുതെ കുറെ കാലം നമ്മൾ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞും മനുഷ്യൻ കുരങ്ങുന്നാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയും പോയല്ലോ. ശാസ്ത്രം പറഞ്ഞത് അപ്പാടി ഖുർആനും പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കലഹിക്കുന്നത്? കലഹിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റ് ഇതൊന്നും ഒരാനയും കുതിരയും ചർച്ച ചെയ്യുന്നില്ല. നമ്മളീ പറയുന്നതൊന്നും ഒരു ജീവജാലവും ഇതുപോലെ ചർച്ച ചെയ്യുന്നില്ല. എന്ത്? 87 ലക്ഷം സ്പീഷീസ് ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ അധിവസിക്കുന്നു എന്ന ശാസ്ത്രത്തിന്റെ കണക്ക്. ഇതിലൊരു സ്പീഷീസ് മാത്രം മനുഷ്യൻ. 87 ലക്ഷത്തിൽ ഒരു സ്പീഷീസ് മാത്രം എന്തേ ഇതൊക്കെ ചർച്ച ചെയ്യുന്നു?
അവിടെ ആ ഒരു സ്പീഷീസിന് ഒരു വ്യതിരിക്തത ഉണ്ടാവണം. അത് ഈ ജീവജാലങ്ങളുടെ സ്വാഭാവിക പരിണാമത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഈ ചർച്ചയിലൊക്കെ അവരും കൂടണമായിരുന്നു. അവർക്കുമുണ്ട് കുറെ ക്രമങ്ങളൊക്കെ. എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ പിന്നെ ഇല്ല ഉമമുൻ അംസാലുക്കും, എല്ലാവരും അങ്ങനെയൊക്കെ കുറെ സാമൂഹിക പദ്ധതികളൊക്കെ അവർക്കുണ്ട്. പക്ഷെ മനുഷ്യനെ പോലെയുള്ള ഒരു സവിശേഷ ബുദ്ധി അതുള്ള ഒരേ ഒരു ജീവി മനുഷ്യനായതുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യരും ജിന്നുകളുമായതുകൊണ്ട് അത് ഈ പരിണാമത്തിന്റെ ഭാഗമല്ല. അത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ അറിയാം. അവിടെ ഈ പരിണാമത്തിന്റെ ഭാഗമായി മനുഷ്യനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അത് തെളിയിക്കാൻ ആവശ്യമായ ഫോസിലുകൾ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവിടെ മിസ്സിംഗ് ലിങ്കുകളുണ്ട്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മതവിശ്വാസികളെക്കാൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രജ്ഞന്മാര് തന്നെയാണ്. ചില പ്രത്യേക താല്പര്യത്തോടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന പരിണാമവാദം, മറ്റു ജീവജാലങ്ങളിൽ പരിണാമം ഉണ്ടാവുന്നതിന് ഇസ്ലാം എതിരല്ല. അതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ അത് പറ്റില്ല. കാരണം മനുഷ്യൻ എന്നത് ലിമാ ഖലഖ്തു ബിയദയ്യ, അള്ളാഹുവിന്റെ കയ്യൊപ്പുള്ള സവിശേഷ സൃഷ്ടിയാണ്. അവിടെ ശാസ്ത്രം വന്ന് ഈ പൊതുപരിണാമത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രത്തോട് അല്ലെങ്കിൽ ആ അറിവിന്റെ ആളുകളോട് നമ്മൾ മാറി നിൽക്കുന്നു. അവിടെ നമ്മൾ പറയുന്നു, അല്ല, മനുഷ്യൻ എന്നത് പ്രപഞ്ചത്തിൽ മനുഷ്യൻ സവിശേഷ സൃഷ്ടിയാണ്. ഭൗതിക പരിണാമത്തിന്റെ ഭാഗമല്ലല്ലോ ജൈവപരിണാമം. ജൈവപരിണാമത്തിന്റെ ഭാഗമല്ല മനുഷ്യൻ എന്നത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ആദം അലൈഹിസ്സലാം എന്ന സവിശേഷമായ ഒരു സൃഷ്ടിയുണ്ട്. ആദം അലൈഹിസ്സലാമിന് മുമ്പ് മനുഷ്യരുണ്ടോ? നിങ്ങൾക്ക് എന്ത് പേരിലും വിളിക്കാം, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അവിടെയൊന്നും നമുക്ക് വാദമില്ല. ആദം അലൈഹിസ്സലാം അല്ലാഹു ഭൂമിയിൽ ഖിലാഫത്ത് നൽകിയവനാണ്. ആ ഖിലാഫത്തിന് അർഹിക്കുന്ന അവന്റെ സവിശേഷ ബുദ്ധി, ആ ഒരു സവിശേഷത മനുഷ്യൻ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതിനെ കേവലം ഒരു പരിണാമത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെയാണ് നമുക്ക് ശാസ്ത്രത്തോട് എതിരുള്ളത്. മൊത്തം പരിണാമവാദത്തെ എതിർക്കേണ്ട കാര്യം നമുക്കില്ല. മറിച്ച് മനുഷ്യൻ എന്നത് പരിണാമ ശൃംഖലയിലെ ഒരു കണ്ണിയല്ല. ആ ട്രീയിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കണം. കാരണം അവിടെ നമ്മുടെ നസ്സുകൾ എതിരാണ്. ആദം അലൈഹിസ്സലാം എന്നത് അല്ലാഹു തആല സവിശേഷമായി പടച്ച ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് അതിന്റെ പ്രത്യേകതകള് പറഞ്ഞ ഹദീസുകളും ആയത്തുകളും പരിശോധിച്ചാൽ, ഇന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾ ChatGPT-യോട് ചോദിച്ചാൽ മതി, മനുഷ്യൻ മണ്ണിൽ നിന്നാണോ പടച്ചത്? അങ്ങനെ പറയാമെന്നാണ് ChatGPT-യുടെ ഉത്തരം. സ്റ്റാർ ഡസ്റ്റിൽ നിന്നാണെന്ന്. ഈ മണ്ണിലുള്ള മുഴുവൻ ഘടകങ്ങളും തന്നെയാണ് മനുഷ്യനിലുള്ളത്. അത് മുകളിൽ നിന്ന് വന്ന് താഴേക്ക് ഇനി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും, വീണ്ടും തിരിച്ചു പോയാലും മണ്ണിൽ അങ്ങനെ തന്നെ ലയിച്ചു ചേരുന്നതാണ്. ഈ ഘടകങ്ങളിൽ നിന്ന് പ്രത്യേകമായ മണ്ണിൽ നിന്ന് തന്നെ അല്ലാഹു തആല സവിശേഷമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടി. അള്ളാഹുവിന് എന്താണ് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് വികസിപ്പിച്ചുണ്ടാക്കിയ റബ്ബിന്, ഈ ജൈവ ലോകത്തെ വെള്ളത്തിലെ ഏകകോശ ജീവിയിൽ നിന്നുണ്ടാക്കിയ റബ്ബിന് അതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമതൊരു സൃഷ്ടിയെ കൂടി നടത്തുന്നതിന് എന്താ തടസ്സം? ആ സൃഷ്ടിക്ക് വ്യത്യസ്ത ഉണ്ടല്ലോ. അല്ല, പരിണാമത്തിന്റെ ഭാഗമായിരുന്നു മനുഷ്യനെങ്കിൽ പരിണാമം ഓരോ സ്റ്റേജായിട്ട് വരണം. ഏകകോശ ജീവി ബഹുകോശ ജീവി ആകുന്നതിനിടയിലൊക്കെ ഉള്ള സ്റ്റേജുകൾ അങ്ങനെ പോയി അതിന്റെ എല്ലാ തലത്തിലും വരുന്ന മ്യൂട്ടേഷനുകളിലൂടെ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടാലും അതൊക്കെ ചെറിയ മാറ്റങ്ങള് തലമുറകളായി ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അത് സാധിക്കൂ. ഇങ്ങനെയാണല്ലോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സിദ്ധാന്തിക്കുന്നത്. എങ്കിൽ ഇത് ഓരോ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഒന്നിനേക്കാൾ കുറച്ച് താഴെ, മറ്റൊന്ന് കുറച്ച് താഴെ, ഇങ്ങനെ വരണം. അതിൽ ചില ലിങ്കുകൾ ഇല്ലെങ്കിൽ പോവട്ടെ, കിട്ടിയില്ല എന്ന് വെക്കാം. പക്ഷെ ഇത്രയും ജീവജാലങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യനുമായി ബുദ്ധിയിൽ ഈ ഒരു ഘടകം എവിടെയാണുള്ളത്? മനുഷ്യന്റെ തൊട്ടു താഴെ ബുദ്ധിയുള്ള വേറൊരു ജീവി, അതിന്റെ തൊട്ടു താഴെ ബുദ്ധിയുള്ള വേറൊരു ജീവി. ഇങ്ങനെയല്ലല്ലോ. ഇവിടെ ഒറ്റടിക്ക് ഇങ്ങോട്ട് കയറല്ലേ. മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ബുദ്ധി അതിന് എത്ര വ്യത്യാസം ഉണ്ടെങ്കിലും അത് മനുഷ്യനിലേക്ക് കയറുമ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചു കയറാണ്. അപ്പൊ ഈ മനുഷ്യബുദ്ധി എന്നത് ജീവജാലങ്ങളുടെ സ്വാഭാവിക ബുദ്ധിയല്ല. അവരവരുടെ ജീവസന്ധാരണത്തിന് ദൈവം എല്ലാവർക്കും നൽകിയ ആ ബുദ്ധിയല്ല മനുഷ്യനുള്ളത്.
മനുഷ്യന്റെ ബുദ്ധി വേറെ തന്നെയാണ്. ആ ബുദ്ധിയുള്ള ഒരേ ഒരു ജീവി എന്ന നിലക്ക് അത് സവിശേഷമായ സൃഷ്ടിയാണ്. അതുകൊണ്ട് പ്രപഞ്ചം എന്നത് എങ്ങനെയുണ്ടാവുന്നു, പ്രപഞ്ചത്തിൽ മനുഷ്യൻ എങ്ങനെയുണ്ടായി? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. അങ്ങനെയൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. നിയാണ്ടർത്താൽ, അങ്ങനെ പല പേരുകളിലും പല പല വിഭാഗമായിട്ടും ഒക്കെ നമുക്കതിനെ വേർതിരിക്കാം. പക്ഷേ ഇബ്നു ആദമായി, ആദം അലൈഹിസ്സലാമിന്റെ സന്തതിയായി, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. സവിശേഷമായി അല്ലാഹു പടച്ച, അള്ളാഹുവിന്റെ ആദരവിന് പാത്രമായ ഒരു സൃഷ്ടിയായി ബിമാ ഖലഖ്തു ബിയദയ്യ എന്ന അല്ലാഹു തആല കയ്യൊപ്പിട്ട ഒരു സൃഷ്ടി, അത് മനുഷ്യൻ മാത്രമാണ്. ആ ഒരു മനുഷ്യന് അത് തന്നെയാണ് ഖിലാഫത്തുള്ളത്. ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലാണ് മലായിക്കത്ത് റബ്ബിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തക്ലീഫുള്ള മനുഷ്യൻ, ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പറ്റുന്ന മനുഷ്യൻ, ഇതാണ് പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ സ്ഥാനം. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദറത്തുൻ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. നയനാനന്ദകരമായ മനോഹരമായ പ്രപഞ്ചത്തിലെ റബ്ബ് ഖലീഫയായി സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഇങ്ങനെ പ്രപഞ്ചത്തെ പറ്റി, മനുഷ്യനെ പറ്റി, തുടക്കത്തെ പറ്റി, ഒടുക്കത്തെ പറ്റി, അതിന്റെ ഓരോ പ്രക്രിയയെ പറ്റി, ഖലഖനാകും എങ്ങനെയാണ് വന്നത്, മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ, അങ്ങനെ കൃത്യമായി അതിന്റെ ഓരോ ഭാഗങ്ങൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. പ്രപഞ്ചം, മനുഷ്യൻ, ഈ രണ്ട് മഹാസത്യങ്ങളെ ഇത്ര മനോഹരമായി പറഞ്ഞ മറ്റൊരു ഗ്രന്ഥം ഏതാണത്? എന്നിട്ട് എവിടേക്കാണ് ഇനി ഇത് പോവേണ്ടത്? ഞാൻ അവസാനിപ്പിക്കുന്നു. മനുഷ്യൻ എവിടേക്ക് പോകുന്നു? കൃത്യമായി ഉത്തരമുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. മണ്ണായി തീരല്ല, പോകാൻ നമുക്കൊരിടമുണ്ട്. ഈ പ്രപഞ്ചം എങ്ങോട്ടാ പോവേണ്ടത്? മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായ, അല്ലെങ്കിൽ മഹാവികാസത്തിലൂടെ ഉണ്ടായത് ആണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അതേ സൂറത്ത് അംബിയയിൽ തന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ കാണും, യൗമ നത്വിസ് സമാഅ കതയ്യിസ് സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അവിടെ ശ്രദ്ധിച്ചു നോക്കിങ്ങള്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ, അർദിനും കൂട്ടിയിരുന്നു. എന്നാൽ ഇതിനെ ചുരുട്ടി കൊണ്ടുവരുന്നിടത്ത് അർദ് പറയണില്ല. യൗമ നത്വിസ് സമാ, ഔട്ടർ സ്പേസ് ആണ് ചുരുക്കി കൊണ്ടുവരിക. ഈ വികസിതമായ പ്രപഞ്ചത്തിന്റെ ഔട്ടർ സ്പേസ്. യൗമ നത്വിസ് സമാ, ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു പോയ ലോകങ്ങളൊക്കെ തിരിച്ചു വരും. യൗമ നത്വിസ് സമാ കതയ്യിസ് സിജില്ലി ലിൽ കുതുബ്, ഒരു പുസ്തകം പൂട്ടുന്നത് പോലെ. 360 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു പുസ്തകത്തെ തുറന്നു വെച്ചു എന്നൊക്കെ നമ്മൾ വിശറിയൊക്കെ തുറക്കുന്നത് പോലെ അതിങ്ങനെ അങ്ങോട്ട് പൂട്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു റെക്കോർഡിന്റെ പുസ്തകം പൂട്ടുന്നത് പോലെ അങ്ങോട്ട് പൂട്ടുകയാണ്. തുറന്നത് ഇങ്ങനെ അങ്ങോട്ട് പൂട്ടിക്കൊണ്ടുവരും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു, സൃഷ്ടി തുടങ്ങിയതുപോലെ മടക്കി കൊണ്ടുവരും. വീണ്ടും അതൊരു സിംഗുലാരിറ്റിയിലേക്ക് തിരിച്ചു വരുമായിരിക്കും. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ചിലരൊക്കെ അവസാനം പറഞ്ഞു വെച്ചത് അതായിരുന്നു. ഈ പ്രപഞ്ചം ഒന്നായിട്ട് ഒന്നിരിക്കൽ നിലവിൽ തന്നെ ഒരു ബ്ലാക്ക് ഹോളിലാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ഏറ്റവും വലിയ ഏത് ഭീമാകാരമായ വസ്തുവിനെയും പിടിച്ചു വിഴുങ്ങുന്നതാണല്ലോ ബ്ലാക്ക് ഹോളുകൾ. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങളുടെ പതനസ്ഥാനം. സത്യം ഖുർആൻ പലതിനെ പറ്റിയും ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ അനുബന്ധം പറയൽ കുറവാ. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. അത് അറിയാൻ വലിയ പ്രയാസ. അറിയാണെങ്കിൽ വല്ലാത്തൊരു സത്യമാണത്. എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്? അതിന്റെ എവന്റ് ഹൊറൈസണിൽ എത്തുന്ന ഒരു വസ്തുവിനെ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നാൽ, അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്ന വേഗത പ്രകാശ വേഗതയേക്കാൾ കൂടുതലാ. അതുകൊണ്ട് ഒരു പ്രകാശവും അതിന് പുറത്തേക്ക് വരൂല. അതുകൊണ്ട് അത് എപ്പോഴും ബ്ലാക്ക് ആയിട്ടേ നിലനിൽക്കും. അതിഭീകരമായ ഒരു വലിയ ഗർത്തമാണത്. ഈ ബ്ലാക്ക് ഹോളുകളിലേക്ക് ഈ പ്രപഞ്ചം ഒന്നായി അവസാനം ആപതിച്ചെന്ന് വരാം എന്നതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു കാഴ്ചപ്പാട്.
അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് സമകാലിക രാജ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ബ്ലാക്ക് ഹോളിന് അപ്പുറത്ത് പിന്നെന്താ സംഭവിക്കുക? ഇതൊരു സിംഗുലാരിറ്റിയായി, ഇതിന്റെ അതിമർദ്ദത്തിൽ വീണ്ടും ഈ മഹാപ്രപഞ്ചം ഒരു സിംഗുലാരിറ്റി ആയാൽ ബ്ലാക്ക് ഹോളിനപ്പുറത്ത് ഒരു വൈറ്റ് ഹോളായി അപ്പുറത്തേക്ക് തുറക്കാം. ദുനിയാവ് കഴിഞ്ഞാൽ ഒരു ആഖിറമുണ്ടാവാം. ഇപ്പുറം മാത്രമല്ല, അപ്പുറത്തെ ബ്ലാക്ക് ഹോളിനൊരു മറുവശം വൈറ്റ് ഹോള് സാധ്യതയാണ്. ഇതൊക്കെയാണ് ഖുർആൻ പറഞ്ഞതെന്നല്ല പറഞ്ഞത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം അനുസരിച്ച് ഖുർആൻ ഓതുമ്പോ അങ്ങനെയൊക്കെ തോന്നും. നാളെ ശാസ്ത്രം കുറെ കൂടി അറിവ് തരുമ്പോ ഖുർആൻ ഓതുമ്പോ അങ്ങനെയും തോന്നും. തോന്നലല്ല, കൃത്യമല്ലേ പറഞ്ഞത്. നമുക്ക് അറബി അറിയല്ലോ, പറഞ്ഞതല്ലേ അതിന്റെ അർത്ഥം. ഇപ്പൊ തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനാ ഇനി വേറെ അർത്ഥം വരൂല എന്നല്ല, ഇപ്പോ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം എങ്ങനെയുണ്ടായി, അതെവിടെ അവസാനിക്കുന്നു, മനുഷ്യൻ എങ്ങനെയുണ്ടായി, എവിടെ അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായി, നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. സമയം വൈകി എന്ന തിരിച്ചറിവിൽ നിന്ന് 1:15 വരെയാണ് ഉസ്താദ് സംസാരിക്കാൻ പറഞ്ഞത്. അതിൽ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങൾ ചോദിക്കാൻ ഇനി സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഘാടകരുടെ അഭിപ്രായത്തിന് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ സെക്ഷനിൽ വളരെ വിശദമായി നമുക്കിവിടെ വിഷയം അവതരിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട സലാം ഉസ്താദിന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്തോടെ ഈ സെക്ഷനിൽ പിടിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.